അഭിനയ വില്ലൻ ജയിലിലേക്ക്. സാംസ്കാരിക കേരളത്തെ ലജ്ജിപ്പിച്ച് നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത നടൻ ദിലീപിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തുടർന്ന് ആലുവ സബ് ജയിലിൽ അടച്ചു. നടിയെ ആക്രമിച്ച കേസിൽ 11 പ്രതിയായാണ് ആലുവ സ്വദേശിയായ ഗോപാലകൃഷ്ണൻ എന്ന ദിലീപിനെ പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത്. കയ്യടിയിൽ നിന്നും കൂക്കി വിളിക്കുന്ന പ്രേക്ഷകർക്കിടയിലേക്ക് നൊടിയിടയിൽ ദിലീപ് എന്ന ജനപ്രിയ നടൻ ചീട്ടുകൊട്ടാരം പോലെ നിലംപൊത്തിയ ഞെട്ടലിലാണ് സാംസ്കാരിക കേരളം, പ്രത്യേകിച്ച് സിനിമാ ലോകവും. കുറഞ്ഞ കാലം കൊണ്ട് മലയാള സിനിമയുടെ അഭിവാജ്യ ഘടകമായ ആലുവക്കാരൻ നടിയെ ആക്രമിക്കുന്നതിന് കൊട്ടേഷൻ നൽകി അറസ്റ്റിലായതോടെ മലയാള സിനിമയും അധോലോക വാടക ഗുണ്ടകളുടെ താവളമായി മാറിയെന്നതാണ് ശ്രദ്ധേയം. ഫെബ്രുവരി മാസത്തിലായിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ച നടിയെ കാറിൽ ഒരു സംഘം ആളുകൾ പീഡനത്തിന് ഇരയാക്കിയത്. ഈ കേസിൽ പിടിയിലായ സുനിൽകുമാർ എന്ന പൾസർ സുനിയെയും സംഘത്തെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതോടെയാണ് ഗൂഢാലോചനയുടെ ചുരുളഴിഞ്ഞത്. നടിയെ ആക്രമിച്ച് പീഡിപ്പിച്ച ദൃശ്യങ്ങൾ നൽകണമെന്നായിരുന്നു കൊട്ടേഷൻ. ഇതിനായി 1.5 കോടി രൂപയായിരുന്നു ദിലീപ് വാഗ്ദാനം ചെയ്തത്. പൾസർ സുനിയും സംഘവും കൃത്യം നടപ്പാക്കുകയും ചെയ്തു. സിനിമാ ലോകം ഞെട്ടിത്തെറിച്ച സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യവുമായി വനിതാ താരങ്ങൾ സംഘടന രൂപീകരിക്കുകയും മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയുമായിരുന്നു. ഗൂഢാലോചനയ്ക്ക് പിറകിൽ പ്രമുഖരുണ്ടെന്ന് വ്യക്തമായതോടെ പഴുതുകളില്ലാത്ത അന്വേഷണം ഒടുവിൽ ദിലീപിൽ എത്തിച്ചേർന്നു. 19 കേസുകളാണ് ദിലീപിനെതിരെ ചാർത്തിയിരിക്കുന്നത്. തന്റെ ജീവിതത്തിലെ താളപ്പിഴകൾക്ക് കാരണം അക്രമത്തിനിരയായ നടിയെന്നതാണ് കൊട്ടേഷൻ നൽകാൻ കാരണമെന്ന് ദിലീപ് മൊഴി നൽകി. 2013 മുതൽ ഇവർക്കെതിരെ അക്രമം നടത്താൻ ദിലീപും സംഘവും പദ്ധതിയിട്ടിരുന്നു. 2017 പൂർത്തിയാക്കിയതോടെ പകവീട്ടിയ ദിലീപിന് ഒടുവിൽ അടിതെറ്റി. കൃത്യമായ തെളിവുകളോടെ അറസ്റ്റ് ചെയ്ത ദിലീപ് 523 നമ്പർ തടവുകാരനായി മാറിയതോടെ ആരും നിയമത്തിന് അതീതരല്ല എന്ന് സംസ്ഥാന സർക്കാർ തെളിയിച്ചിരിക്കുകയാണ്. ഒപ്പം കേരള പോലീസിന്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി. ന്യൂസ് ഡെസ്ക് മലബാർ ടൈംസ്. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പട്ടാമ്പിക്കൊപ്പത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. ദിലീപിനെ അറസ്റ്റ് ചെയ്തതിൽ ഗവൺമെന്റിനോ പോലീസിനോ അഭിമാനിക്കാനായിട്ട് വലുതായിട്ടൊന്നുമില്ല. മുഖ്യമന്ത്രി ആദ്യം തന്നെ ഈ കേസ് ഗൂഢാലോചന ഇല്ലെന്നാണ് പറയുന്നത്. ഗൂഢാലോചന ഉണ്ട് എന്നിപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പരസ്യമായി ജനങ്ങളോട് മാപ്പ് പറയേണ്ട സന്ദർഭമാണിത്. ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രസ്താവിച്ചപ്പോൾ കേസിന് ഗതി മാറിപ്പോയി. ഈ കേസ് ഇപ്പോൾ ദിലീപിന്റെ അറസ്റ്റിലേക്ക് എത്തിയത് സഹതടവുകാരുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സഹതടവുകാർക്കാണ്. നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തതിൽ സർക്കാരിനോ പോലീസിനോ അഭിമാനിക്കാനൊന്നുമില്ല. കേസിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. സഹതടവുകാരുടെ മൊഴിയാണ് അറസ്റ്റിലേക്ക് നയിച്ചതെന്നും രമേശ് ചെന്നിത്തല കൊപ്പത്ത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്രെഡിറ്റ് സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ പോലീസിനോ അല്ല, പൾസർ സുനിയുടെ സഹതടവുകാർക്കാണെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. അധോലോകത്തിന്റെ പിടിയിൽ മലയാള സിനിമയിൽ സംഭവിച്ചു എന്നതിനേക്കാളപ്പുറം നമ്മുടെ നാട്ടിൽ സംഭവിച്ചു എന്നതാണ് ദാരുണമായ, നമ്മളെ വിഷമിപ്പിക്കുന്ന ഒന്ന്. അതിൻ്റെ ഇനി ഈ നാട്ടിൽ ഇത് സംഭവിക്കാതിരിക്കാൻ അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് കൂട്ടായിട്ട് നിൽക്കാം. അതിൻ്റെ ഭാഗത്ത് ഞാനും ഉണ്ടാകും. ജനപ്രിയ നായകൻ പ്രതിനായകനായ കഥ, അധോലോകത്തിന്റെ പിടിയിലോ മലയാള സിനിമ. ഈ വിഷയമാണ് മലബാർ ടൈംസ് ന്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രസിദ്ധ തിരക്കഥാകൃത്തും സംവിധായകനുമായ റെജി നായർ, സാംസ്കാരിക പ്രവർത്തകൻ കോട്ടയ്ക്കൽ മുരളി, എഴുത്തുകാരി ഡോക്ടർ നെച്ചിമ എന്നിവരാണ്. 3 പേർക്കും മലബാർ ടൈംസ് ന്യൂസിന്റെ ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ റെജി നായർ, ഇപ്പോൾ മലയാള സിനിമയിൽ ജനപ്രിയ പരിവേഷം കെട്ടി മലയാളികളുടെ മനം കവർന്ന ഒരു നടൻ ഇപ്പോൾ വില്ലനായി മാറിയിരിക്കുന്നു. താങ്കൾ ആദ്യമായി തിരക്കഥ എഴുതിയ പട്ടാളം സിനിമയുടെ സംവിധായകൻ ലാൽ ജോസിന്റെ ഉറ്റ സുഹൃത്ത് എന്ന് തന്നെ വിശേഷിപ്പിക്കാം ദിലീപിനെ നേരെ പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ ദിലീപ് നിരപരാധിയാണ് എന്ന് ഫേസ്ബുക്കിൽ കമന്റ് ചെയ്ത വ്യക്തി കൂടിയാണ് ലാൽ ജോസ്. ആ നടനാണ് ഇന്ന് ആലുവ സബ് ജയിലിൽ 523 നമ്പർ പ്രതിയായി അടയ്ക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് കാണുന്നത് ഈ ഒരു സംഭവത്തെ? ഞാൻ ഈ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തിൻ്റെ വിവാദ ചർച്ചയിലേക്ക് കിടക്കും മുമ്പ് ആദ്യം ഒരു കാര്യം ഞാൻ പറയാം. കേരളത്തിൻ്റെ ഒരു മോശം പ്രവണത ഏതൊരു കാര്യത്തിലും രാഷ്ട്രീയം കാണുന്നുള്ളതാണ്.
ഇപ്പോൾ നമ്മൾ കണ്ട മുഖ്യമന്ത്രിയുടെ ക്ലിപ്പും പ്രതിപക്ഷ നേതാവിൻ്റെ ക്ലിപ്പും നമ്മൾ ശ്രദ്ധിച്ചു. ഈ ഒരു കേസ് വന്നപ്പോൾ ഗൂഢാലോചന ഇല്ല എന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചു. ഞാൻ ഏത് പാർട്ടി ആണെങ്കിലും ഞാൻ പറയുന്നത്, ഏത് രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഭരിക്കുമ്പോഴും ഉള്ളതാണ്, പ്രതിപക്ഷം അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്താനും ഭരണപക്ഷത്തിൻ്റെ ചില കാര്യങ്ങൾ മാത്രം, അതല്ല ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞത് തന്നെ പോലീസിൻ്റെ ശേഷിയല്ല, സഹതടവുകാരാണ് കുറ്റം തെളിയിക്കാൻ ഇടയാക്കിയത്. അതൊക്കെ വളരെ മോശം പ്രവണതയാണ്. കാരണം ഇത്ര നല്ല സുത്യർഹമായ ഒരു കേസന്വേഷണത്തിലൂടെ ഇത്ര പ്രബലനായ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കും എന്നുള്ള കേരളത്തിന് ആകമാനം അഭിമാനിക്കാവുന്ന കാര്യം. സിനിമാക്കാരൻ എന്നുള്ളതല്ല, ഇത് മറ്റൊരു തരത്തിലൊരു കേസ് വന്നാൽ പോലും, പെൺകുട്ടികളെ ഇത്ര രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സംഭവം വന്നാൽ പോലും അതിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെ ശ്ലാഘിക്കേണ്ടതാണ്. അതാണ് തുടക്കമായി പറയാനുള്ളത്. സിനിമാ രംഗത്ത് എന്ന് പറഞ്ഞ ദിലീപ്, താങ്കൾ സൂചിപ്പിച്ചു, ലാൽ ജോസിൻ്റെ സുഹൃത്താണ്, അതുകൊണ്ട് സംരക്ഷിക്കും. പല സുഹൃത്തുക്കളും ദിലീപിനെ ഈ കേസിൽ സംരക്ഷിക്കുവാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. കാരണം ആർക്കും വിശ്വസിക്കാനായില്ല ദിലീപ് ഇതിൽ പ്രതിയാകുമെന്ന്. പക്ഷെ തുടക്കം മുതൽ തന്നെ ഞാനതിന് വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദിലീപിന് ഇതിൽ പങ്കുണ്ട്. കാരണം ആ 13 മണിക്കൂർ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ദിലീപിനെ പോലെ പ്രമുഖനായ ഒരു വ്യക്തിയെ ഒരു കാരണവശാലും 13 മണിക്കൂർ ഒരു കാര്യവുമില്ലാതെ ചോദ്യം ചെയ്യില്ല. അന്നും ദിലീപ് ചോദ്യം ചെയ്യലിന് പോകുമ്പോൾ പറഞ്ഞു തൻ്റെ പരാതിയുടെ മൊഴിയെടുക്കാനാണെന്ന്. അതിനുശേഷം പുറത്തിറങ്ങിയിട്ടും പറഞ്ഞു ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്. അത് പോലീസിന്റെ വളരെ ഒരു തന്ത്രം തന്നെയായിരുന്നു. അല്ലാതെ ഒരാളെ ഇത്തരം പ്രമുഖനായ ഒരു വ്യക്തിയെ, ഒരു സാധാരണക്കാരനെ പരാതി മാത്രമല്ല മാധ്യമ വിചാരണയ്ക്ക് വഴങ്ങില്ല എന്നും കൂടി അദ്ദേഹം അത്തരം രീതിയിൽ മാധ്യമങ്ങൾക്കെതിരെ ആക്രോശിച്ചു. കാരണം ഒരു തരത്തിലും അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് പോലീസ് വളരെ തന്ത്രപരമായി സംശയത്തിനിട നൽകാതെ വിട്ടയക്കുകയായിരുന്നു. ഇതോടെ അദ്ദേഹം പാനിക്കായിട്ട് പിന്നീട് നടത്തിയ ഇടപെടലുകളും പ്രശ്നങ്ങളുമാണ് കൃത്യമായിട്ട് പോലീസിന് ഈ അറസ്റ്റിലേക്ക് വഴി നൽകാനുള്ള തെളിവുകൾ ആ പ്രതി തന്നെ ഇട നൽകി. ഈ സിനിമാ രംഗത്തുള്ള പല ആളുകളും ദിലീപിനായിട്ട് നല്ല സൗഹൃദമുണ്ട്. ലാൽ ജോസ് പോലെ തന്നെ എനിക്കും പേഴ്സണൽ സൗഹൃദം ഉള്ളതാണ്. പക്ഷേ തൊഴിൽ മേഖലയിൽ ഈ സൗഹൃദങ്ങൾക്ക് യാതൊരു തരത്തിൽ വില കൽപ്പിക്കാതെ തൻ്റെ പ്രൊഫഷനും തൻ്റെ കച്ചവടത്തിനാണ് പ്രാമുഖ്യം നൽകുന്ന ഒരു നടനാണ് ദിലീപ്. ദിലീപ് മാത്രമല്ല, ഒരു ഭൂരിഭാഗം പേരും ഇപ്പോൾ സിനിമ എന്നുള്ളത് രണ്ടാം വശവും ആ കലയുടെ പേരിൽ നിലകൊള്ളുകയും ബാക്കി അതിൻ്റെ പേര് പറഞ്ഞ് കച്ചവടത്തിന് പ്രാധാന്യം നൽകുക. ഒട്ടുമിക്ക താരങ്ങൾക്കും ഇപ്പോൾ മുഖ്യധാരയിൽ നിൽക്കുന്നവർക്ക് ഒന്നുകിൽ റിയൽ എസ്റ്റേറ്റ്, അല്ലെങ്കിൽ ഒട്ടുമിക്ക താരങ്ങൾക്കും ദുബായിലാണ് ബിസിനസ് സ്ഥാപനങ്ങൾ. അത് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതാണ് ഒരു മോശം പ്രവണത ഈ 10-15 കൊല്ലത്തിന് ശേഷം മലയാള സിനിമയെ ഈ ദുർഘടാവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. ഞാനടക്കം ഒട്ടേറെ ആളുകൾ ഇതിനെ സ്നേഹിച്ചു വന്നവർക്കൊക്കെ ഈ ഒരു പ്രവണത കാരണം വളരെ ഒരു മോശം പ്രവണതയും പ്രതികരണവുമാണ് ഇവരുടെ ഭാഗത്ത്. ഇവർക്ക് ഈ കച്ചവടവും അതിനുള്ള മാഫിയ സംഘങ്ങളും മാത്രമാണ് ഇവരുടെ മുന്നോട്ടുള്ള രീതിയെ നയിക്കുന്നത്. ഇത് മാറാതെ ഇതൊരു നല്ല ഒരു മാറ്റത്തിനുള്ള അവസരമാണ്. ഇത് തിരിച്ചറിഞ്ഞ് ഈ എല്ലാ താരങ്ങളും അതിനൊരു ശ്രമം നടത്തിയാൽ മലയാള സിനിമയുടെ ഒരു വലിയ നല്ല മാറ്റത്തിലേക്ക് ഇത് വഴിവെച്ചിരിക്കുന്നുവെന്നും കൂടി ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. തിരിച്ചു വരാം. കോട്ടക്കൽ മുരളി, സാംസ്കാരിക കേരളത്തിന് വളരെയധികം നാണിപ്പിക്കുന്ന ഒരു ലജ്ജാകരമായ ഒരു വിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. ദിലീപ് അറസ്റ്റിലാണ്, ജയിലിലടച്ചു, 14 ദിവസത്തേക്കാണ് റിമാൻഡ്. കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാനും തെളിവെടുപ്പിനുമായി പോലീസ് കോടതിയെ കാണും എന്ന് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. എങ്ങനെയാണ് കാണുന്നത് ഇത്തരമൊരു സ്ഥിതിവിശേഷം? സിനിമ എന്ന് പറയുന്നത് മറ്റുള്ള കലകളെപ്പോലെയല്ല, അതൊരു വ്യവസായമാണ്. സിനിമാ വ്യവസായം എന്നാണ് പൊതുവെ, ഫിലിം ഇൻഡസ്ട്രി എന്നാണ് സിനിമയെക്കുറിച്ച് രചിക്കൊക്കെ അറിയുന്നതാണ്. ഒരു വ്യവസായത്തിൽ ഇത്തരത്തിലുള്ള കാപട്യങ്ങൾ, ലാഭത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലുകൾ, പരസ്പരമുള്ള കുതികാൽവെട്ടുകൾ, അക്രമങ്ങൾ, പീഡനങ്ങൾ, ഇതൊക്കെ ഒരു വ്യവസായത്തിന് യോജിച്ചതാണെന്നാണ്. സിനിമ ഒരു വ്യവസായമായതുകൊണ്ട് തന്നെ അവിടുന്ന് നമ്മൾ കൂടുതൽ നന്മ പ്രതീക്ഷിച്ചതാണ് നമ്മുടെ തെറ്റെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ, സിനിമയെ കാണുന്ന ഒരാളെന്ന നിലയിൽ, നമ്മുടെ ഹിന്ദി സിനിമാ രംഗത്ത് ഇതിനേക്കാൾ ഭീകരമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഭീകരവാദത്തിലും ഒക്കെ ഇടപെട്ട സിനിമാ നടന്മാരുണ്ട്, ആളുകളെ ഇടിച്ചു കൊന്നവരുണ്ട്, വേട്ടയാടിയവരുണ്ട്. അവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുകയും കോടതിയിൽ നിന്ന് വളരെ ലാഘവത്തോടു കൂടി മലയാള സിനിമയിലേക്ക് ബോളിവുഡിൽ നിന്ന് അത് പറിച്ച് മലയാള സിനിമയിലേക്ക് എത്താൻ കുറേ വൈകിയത് ഒരു പക്ഷേ മലയാള സമൂഹത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഒരു നിതാന്തമായ ജാഗ്രത കൊണ്ടാണ് ഇത്രയും വൈകിയത് എന്നും ഈ കാലഘട്ടം കൂടുതൽ
അക്രമോത്സുകമായൊരു കാലഘട്ടമായതുകൊണ്ടും ആണ് ഇപ്പോഴത് മറന്നീക്കി പുറത്തു വന്നു എന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ. എങ്കിലും കേരളത്തിലെ പ്രേക്ഷക സമൂഹം അതുപോലെ കേരളത്തിലെ പൊതുജനങ്ങളും വളരെ നിതാന്ത ജാഗ്രതയോടുകൂടി നോക്കിയതുകൊണ്ടും പ്രത്യേകിച്ച് മാധ്യമങ്ങൾ വളരെ ശക്തമായി ഇതിൻ്റെ പിന്നിൽ നിന്നതുകൊണ്ടുമൊക്കെയാണ് ഇത് പുറത്തു വന്നതും ഇതിനെ മൂടി വയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് പുറത്തു വന്നതെന്ന് നമുക്ക് പറയാം. ആ ഒരർത്ഥത്തിൽ മാധ്യമങ്ങളും കേരളത്തിലെ പൊതുജനങ്ങളും കാണിക്കുന്ന ഈ ജാഗ്രത തന്നെ ഭാവിയിൽ മലയാള സിനിമയുടെ എല്ലാ മേഖലകളിലേക്കും ഇത്തരം ജാഗ്രതായ നോട്ടങ്ങൾ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ സ്ത്രീകൾ മാത്രമല്ല, ഒരുപാട് മാർജിനലൈസ് ചെയ്യപ്പെട്ട സമൂഹം പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് സിനിമ എന്ന ഇൻഡസ്ട്രി. സ്ത്രീകൾ മാത്രമല്ല, അതിൽ ലൈറ്റ് ബോയ് മുതൽ ഉള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ ഇൻഡസ്ട്രിയിൽ വേണ്ടപ്പെടാത്ത മാർജിനലൈസ് ചെയ്യപ്പെട്ട അരികിൽ മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഒരുപാട് പീഡനങ്ങൾ വിധേയമാകുന്നുണ്ട്. ഒന്നും പുറത്തു വരാത്തത് ഈ താരത്തിളക്കത്തിലും ഇതിൻ്റെ അഭ്രപാളിയിലെ തിളക്കത്തിലുമാണ്. അത് മാത്രമേ നമ്മൾ പുറത്തു കാണുന്നുള്ളൂ. ബാക്കി അന്ധകാരത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ നജ്മ മോൾ, ഒരു യുവതിക്ക് നേരെ ഉണ്ടായ പീഡനത്തിന് ഇപ്പോൾ പരിസമാപ്തിയായിരിക്കുന്നു. ഘോരഘോരം അതിനെതിരെ ശക്തമായി രംഗത്ത് വന്ന നമുക്കറിയാം, മലയാള സിനിമയിലെ വനിതാ സംഘടനകൾ, വനിതാ നടികൾ, ചലച്ചിത്ര താരങ്ങൾ പ്രത്യേകമായി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഒരു സംഘടന ഉണ്ടാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുന്നു. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ആദ്യം പറയുന്നത് പ്രസിദ്ധ നടി മഞ്ജു വാര്യരായിരുന്നു. അതിനുശേഷം സംഘടന രൂപീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് നിവേദനം നൽകുന്നു. അവർ ശക്തമായി പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 5 മാസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി 17 നാടിന് നടുക്കിയ ഈ കൃത്യം ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ ദിലീപ് തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും 11ാം പ്രതിയായി ഇയാളെ പ്രതി ചേർത്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു? യുവതികൾക്ക് നേരെ അതിക്രമം വർദ്ധിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ. പക്ഷേ മലയാള സിനിമയിൽ അത് പ്രകടമായി കണ്ടു. അത് വലിയൊരു സിനിമാ രംഗത്ത് വലിയൊരു മ്യൂനച്യുതിക്ക് പോലും വഴിവെച്ചിരിക്കുന്നു. എങ്ങനെ കാണുന്നു? ഞാൻ ഒട്ടൊരു അഭിമാനത്തോടുകൂടിയാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അല്പം അഭിമാനത്തോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം എന്നെ ഒരാൾ തല്ലി, എന്നെ ഒരാൾ പിച്ചി തള്ളിയിട്ടു എന്നൊക്കെ പറയുന്ന അതേ ഒരു മനോഭാവത്തിൽ, ആ ഒരു ധൈര്യത്തിൽ ഒരു പെൺകുട്ടി എണീറ്റ് നിന്നിട്ട് എന്നെ ഒരാൾ ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതിൽ നിന്നാണ് ഇത്രയും പ്രശ്നങ്ങളുടെ ചുരുളഴിയാനും സിനിമാ ലോകത്തേക്ക് ഇങ്ങനെ അധോലോകത്തിൻ്റെ ഒരു കടന്നുകയറ്റം സിനിമാ ലോകത്തേക്ക് ഉണ്ട് എന്ന് മലയാളികളെല്ലാം തിരിച്ചറിഞ്ഞതും ആ ഒരു വലിയൊരു ധൈര്യത്തിനെ കേരളത്തിലെ എല്ലാ പെൺകുട്ടികളുടെ പേരിലും ഞാൻ ആ നടിക്ക് സർവ്വ പിന്തുണയും എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അപ്പോൾ ആ ഒരു ധൈര്യമാണ് ഇപ്പം ആരെങ്കിലും ഒരാൾ നമ്മളെ തല്ലിയാൽ തോണ്ടിയാൽ ബസ്സിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടാൽ അയ്യോ മിണ്ടാതിരിക്കൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പെൺകുട്ടികൾ ഉയർന്നു വരാൻ പ്രതികരിച്ചു തുടങ്ങാൻ ഇതൊരു വലിയ നല്ലൊരു കാരണമാവുന്നു. സിനിമയിലായാലും എവിടെയായാലും ഈ ഒരു വിഷയം നല്ലൊരു പ്രഭാതമാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് എന്ന് ഞാൻ കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ചും. അപ്പം അങ്ങനെയാണ്, ആ ഒരു തരത്തിലാണ് എനിക്കിതിനെ നോക്കിക്കാണാൻ ഒരു അല്പം കൂടി താല്പര്യം. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പെൺകുട്ടി ഒരാളുടെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ ആ പെൺകുട്ടിയോട് പ്രതികരിക്കേണ്ട ഒരു തരം അവളെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടാണ്, ബലാത്കാരം ചെയ്തിട്ടാണ് എന്ന തരത്തിൽ ചിന്തിക്കുന്ന ഒരു പുരുഷ സമൂഹം, അത്തരത്തിലൊരു മാനസിക വൈകല്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നത് ഇന്ന് ഈ 2017 ഉണ്ട് എന്നത് അപലപനീയമാണ്. പണ്ടായിരുന്നെങ്കിൽ ഒരു ജന്മി കുടിയാൻ കാലത്ത് ഒരു പെണ്ണിനെ എങ്ങനെയാണോ നോക്കി കണ്ടിരുന്നത്, എങ്ങനെയാണ് അവളുടെ പ്രതികരണത്തെ എങ്ങനെയാണ് ഒരാൾ തളർത്താൻ നോക്കിയത്, അതേ ശൈലിയിൽ തന്നെ ഇന്നും സ്ത്രീയെ നോക്കിക്കാണുന്നു എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. നമ്മുടെ സാംസ്കാരിക വളർച്ചയ്ക്കെതിരെ എന്നുള്ള വലിയൊരു ചോദ്യം തന്നെയാണ്. ശ്രീ രചി നായർ, താങ്കൾ സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന അവസ്ഥയല്ല ഇപ്പോൾ. നേരത്തെ പറഞ്ഞ പോലെ ഒരു കോക്കസ്, അങ്ങനെ ഒരു കോക്കസ് ദിലീപിന്റെ നേതൃത്വത്തിൽ മലയാള സിനിമയിൽ പ്രവർത്തിച്ചിരുന്നു. അത് ദിലീപിന്റെ നേതൃത്വത്തിൽ മാത്രമല്ല, ഇപ്പൊ പ്രകടമായിട്ട് ഇത് പബ്ലിക് അറിയാൻ തുടങ്ങിയത് ദിലീപിന്റെ ഈ ഇഷ്യൂ വന്നതിന് ശേഷമാണ്. ഇത് ഞാൻ സിനിമയിൽ വരുന്ന ഇതെല്ലാം മൂടി വെച്ചിരിക്കുകയായിരുന്നു. മൂടി വെച്ചിരിക്കുക പറഞ്ഞാൽ ആരും പറയാൻ ധൈര്യപ്പെടുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ധൈര്യപ്പെടുന്നില്ല? അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് തന്നെയാണോ? അത് കാരണം ഞാൻ സിനിമയിൽ വരുന്നത് ഒരു 12 വർഷം മുന്നേ ആയിരിക്കും. പട്ടാളം എന്നുള്ള സിനിമയിലൂടെയാണ് ഞാൻ മാധ്യമ പ്രവർത്തന രംഗത്താണ് പ്രവർത്തിക്കുന്നത്, സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സിനിമ എന്നുള്ള കലയെ ഇഷ്ടപ്പെട്ടിട്ടും ഏറ്റവും ശക്തമായ ഒരു മാധ്യമമാണ്. ചിലപ്പോൾ ഒരു പത്രത്തിൽ എഴുതുന്ന വസ്തുതകൾ മാത്രം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ മാധ്യമം അതല്ല, നമ്മുടെ ഭാവനകൾ കൂടി നമുക്ക് എങ്ങനെ വേണം സമൂഹത്തെ നയിക്കേണ്ട എല്ലാ നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചാണ് അങ്ങനെ സിനിമയിൽ നമ്മൾ ആഗ്രഹിച്ച് എത്തിപ്പെടുന്നത്. ഇവിടെ എത്തിപ്പെടുമ്പോൾ അന്ന് ഞാൻ കോടമ്പ കാണുന്ന മലയാള സിനിമ കേരളത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടില്ല. വളരെ നല്ല രീതിയിലായിരുന്നു. അന്ന് ഈ പ്രവണതകളൊന്നും ഇല്ലായിരുന്നു.
ഈ 12 വർഷത്തിന് ശേഷമാണ് മലയാളത്തിലേക്ക് ഈ സിനിമ മെല്ലെ മെല്ലെ പറിച്ചു ഒരു 15 വർഷത്തിൻ്റെ ഉള്ളിലായിരിക്കും പതുക്കെ വന്നു തുടങ്ങി. എറണാകുളം ഇതിനൊരു കേന്ദ്രമായി, മറ്റൊരു കോടമ്പക്കമായി മാറുകയും അവിടെ മുതൽ തുടങ്ങിയതാണ് ഈ മാഫിയ ബന്ധങ്ങൾ. അതിനു മുമ്പ് സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും നമുക്ക് നേരിട്ട് വിളിച്ച് അദ്ദേഹം നമ്മളെ വെയിറ്റ് ചെയ്ത് ആ വീട്ടിൽ വന്ന് ഫുൾ ഡേ ചിലപ്പോൾ നമ്മുടെ ഈ സിനിമയുടെ ഡിസ്കഷനായിരുന്നു അവർക്ക് സമയം. ദിലീപ് ആയാലും ആരായാലും. ഇന്ന് അത് മാറി. ഇന്ന് ഇവർക്ക് കഥ കേൾക്കാൻ നേരമില്ല. ഒരു സംവിധായകൻ ചെന്ന് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ കഥ അവതരിപ്പിക്കാൻ ഇതിനല്ല അവർക്ക് താല്പര്യവും സമയവും. അതിലേക്ക് എത്താൻ ഇന്ന് 3-4 അവരുടെ മാനേജേഴ്സ്, വേറെയുള്ള ഇടനിലക്കാർ, ഇവരൊക്കെ ഞാൻ രണ്ടും കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ രണ്ട് മുഖം അനുഭവിക്കാൻ സാധ്യത കിട്ടിയ ആളാണ്. ആ പട്ടാളം സിനിമയിൽ അന്ന് മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും അഭിനയിച്ച ചിത്രമാണ്. അതിൽ നിന്ന് മെല്ലെ മെല്ലെ മാറുന്നത് ഞാൻ കാണാൻ തുടങ്ങി. പിന്നീട് ഇവർക്ക് മാനേജേഴ്സായി. ഈ മാനേജേഴ്സ് എന്ന് പറയുന്നത് ഈ നടന്മാർക്ക് എന്തിനാണ് അവർക്ക് മാനേജർ? നമ്മൾ താരത്തിനോടാണ് കഥ പറയുന്നത്, നമ്മുടെ കഥാപാത്രമാണ്. നടന്മാരുടെ കഥകൾ അവർക്ക് ആവശ്യം, ഏത് സിനിമയിൽ അഭിനയിക്കണം എന്നത് തീരുമാനിക്കുന്നത് മാനേജർമാർ. അവരാണ് ഡേറ്റ് നിശ്ചയിക്കും. മാനേജർമാർ എന്ന് പറഞ്ഞാൽ ഇതിന് ഇടനിലക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ ഡേറ്റ് വാങ്ങി മറിച്ച് കച്ചവടം നടത്തുന്നവരെ സംഘങ്ങൾ ഇതിനുള്ളിൽ. ഇതൊക്കെ പണ്ട് ബോംബെയിലൊക്കെ കേട്ടിട്ടുണ്ട്. അന്ന് അതുപോലെയൊക്കെ ദാവൂദ് ഇബ്രാഹിമിന്റെ ഒക്കെ പണമായിരുന്നു സിനിമ. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ദിവ്യഭാരതി എന്നുള്ളൊരു നടി ഉണ്ടായിരുന്നു. 80-90 ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞ കെട്ടിടത്തിന്റെ മുകളിൽ. ഇത് ഇവരുടെ ഇംഗിതത്തിന് വഴങ്ങാത്തത് കൊണ്ട് ആ നടിയുടെ കൊലപാതകം അങ്ങനെ അവശേഷിച്ചു പോയതാ. ഇതുപോലെ മലയാള സിനിമയിൽ എത്രയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും. കൊലപാതകത്തിലേക്ക് എത്തി. ഇതിന് മുമ്പും 2-3 നടികളിൽ ഇതേപോലെ പരാമർശം ഉണ്ടായാലും കേസ് നിലവിൽ വരാതെയോ അല്ലെങ്കിൽ പരാതി കൊടുക്കാതെയും ഒതുക്കി തീർത്തു എന്നതും ആവാം. ഇത് ദിലീപ് എന്നുള്ള ഒരു വ്യക്തി നമ്മളിപ്പോൾ ഇത് പിടിക്കപ്പെട്ടതുകൊണ്ട് അതുവരെയും അവർ സംരക്ഷിക്കുകയായിരുന്നു. ഈ കേസിൽ ഇന്നലെ അറസ്റ്റ് ചെയ്യുന്നത് വരെയും ഇവരുടെ സംഘടന ഇനിയും ദിലീപന്മാർ മലയാള സിനിമയിൽ ഉണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്? ഇഷ്ടമാതിരി ഉണ്ട്, അന്വേഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് അവരുടെ കുഴപ്പമല്ല. അവർ കലാകാരന്മാരായിട്ട് ജീവിക്കേണ്ടവരെ ആ കലയെ സ്നേഹിച്ച് ജീവിക്കുകയാണെന്ന് കുഴപ്പമില്ല. ഇന്ന് ഇവർക്ക് ഈ കച്ചവടത്തിനാണ് താല്പര്യം. സെക്കൻഡറിയാണ് അവരുടെ സിനിമ എന്നുള്ള താല്പര്യം. പണ്ട് അങ്ങനെയല്ല. ആ സിനിമയ്ക്ക് വേണ്ടി ആ സിനിമ തീരും വരെ അതിൻ്റെ പ്രൊമോഷന് വേണ്ടി ഒക്കെ ഈ താരങ്ങളുണ്ടാവും. ഇന്ന് ഇതിനൊന്നും അവർക്ക് ഈ ഡേറ്റ് വാങ്ങിയ കഴിഞ്ഞാൽ അവർക്ക് അതിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് അതല്ല വേണ്ടത്. ബാക്കി കച്ചവടത്തിന് ഒരു സമയം. നമ്മൾ കഥ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ എസ്റ്റേറ്റ് കച്ചവടം ബാക്കി കഴിഞ്ഞ് പകുതി കഥ ബാക്കി ഇവിടെ നിർത്തിയതെന്ന് പറഞ്ഞിട്ടാണ് കഥ കേൾക്കാൻ പോലും ഇവരെന്തിനാണ് പിന്നെ സിനിമയിൽ നിൽക്കുന്നത്? സിനിമ ഒഴിവായിട്ട് അവർ ബിസിനസ്സുകാരായിട്ട് പോട്ടെ, ആ കച്ചവടത്തിലേക്ക് പോട്ടെ. അതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ കോട്ടക്കൽ മുരളി, സിനിമ എന്ന വ്യവസായത്തെ വേറൊരു ലെവലിലേക്ക്, റിയൽ എസ്റ്റേറ്റ് മാഫിയ, മറ്റ് ഇതര ബിസിനസ്സുകളിലേക്ക് വഴിതിരിച്ചു വിട്ടതാണ് മലയാള സിനിമയുടെ ശാപം എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എങ്ങനെ കാണുന്നു ഇത്തരമൊരു, നമുക്കറിയാം നാടകമായി താങ്കളൊരു നാടക സംവിധായകൻ കൂടിയാണ്. അങ്ങനെ ഒരു പറിച്ചു നടലോ മറ്റുള്ള നടപടികളൊന്നും നാടക രംഗത്ത് മറ്റു കലാരംഗങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇത് വലിയൊരു ബിസിനസ് വ്യവസായമായി ഇപ്പോൾ ഈ ആക്രമിക്കപ്പെട്ട നടി കൂടിയും ഇങ്ങനെ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ബന്ധത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതെന്തായാലും അങ്ങനെ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിലുള്ള ബിസിനസ് മാഫിയകളുടെ ബന്ധം വരുന്നതോടുകൂടി കലാകാരന്മാർ പൊള്യൂട്ട് ആവുന്നുണ്ട്. അവർ റേജിയൊക്കെ പറഞ്ഞ പോലെ അവരിന്ന് യഥാർത്ഥ കല അവരൊന്ന് നഷ്ടപ്പെടുകയും അവരൊരു ബിസിനസ് മാഗ്നറ്റിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നുണ്ട്. നാടകത്തിൽ ഒരിക്കലും അത് സംഭവിക്കുന്നില്ല. നാടകം അത്രത്തോളം പണം മുടക്കുള്ളതോ മുതൽ മുടക്കുള്ളതോ അല്ല. അവിടെ കുറച്ചുകൂടെ ജൈവമാണ്. ആളുകൾ തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടെ നേരിട്ടുള്ള ബന്ധമാണ്. അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ചൂഷണം വളരെ ഇല്ല എന്ന് തന്നെ പറയുന്നത്. പ്രത്യേകിച്ച് നമ്മളെ അമേച്ചർ നാടകരംഗമൊക്കെ വളരെ ശക്തമായിട്ടുള്ള, അവിടുത്തെ സ്ത്രീകളും ശക്തമായിട്ടുള്ള സ്ത്രീകളാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് നാടകരംഗത്ത് ഇത് സംഭവിച്ചില്ല. പക്ഷേ നാടകരംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട സംഗതി എന്ന് വെച്ചാൽ നാടകരംഗം ഭാവിയിലുള്ള സിനിമയിലേക്കുള്ള ഒരു ചുവടായിട്ടാണ് ഇപ്പോൾ പലരും കണ്ടുകൊണ്ടിരിക്കുന്നത്. നാടകത്തിലേക്ക് വിളിച്ചാൽ വരാത്തവർ പോലും സീരിയലിലേക്ക് വിളിച്ചാൽ പെട്ടെന്ന് ഓടി വരും. സിനിമയിലേക്ക് വിളിച്ചാൽ അതിലേറെ വേഗത്തിൽ ഓടിപ്പോകും. നാടകത്തിൽ അഭിനയിക്കുന്നത് തന്നെ ഭാവിയിൽ സിനിമ കിട്ടും എന്ന ഒരു വിശ്വാസത്തിലാണ്. അതുകൊണ്ട് എന്ന് വെച്ചാൽ സിനിമയിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് സിനിമയുടെ ഭാഗമായി മാറുകയും ലൈം ലൈറ്റിൻ്റെ ഭാഗമാവുകയും വെള്ളിത്തിരയുടെ ഭാഗമാവുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിലൊരു പ്രശ്നമുള്ളത്, ഇത് സിനിമ എന്ന് പറയുന്നത് ശാശ്വതമല്ല. ഇതിലെ താരപദവിയും ശാശ്വതമല്ല. എപ്പോൾ വേണമെങ്കിലും അതെ, ആ താരപദവി ശാശ്വതമല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ വേറെ ബിസിനസ് വേണം. കല ഇവരുടെ ഒരു സ്വന്തം ഒരു സ്വത്വമല്ല. കല മാത്രമാണ് സ്വത്വമെങ്കിൽ ഇവർക്ക് കല മതി ജീവിക്കാൻ. നമ്മളെത്ര പ്രഗത്ഭരായ കലാകാരന്മാർ ഇന്ത്യയിലുണ്ട്. അവരൊന്നും ബിസിനസ് കൊണ്ടല്ല ജീവിക്കുന്നത്. അവരവരുടെ കല കൊണ്ട് തന്നെ ബിസ്മില്ലാ ഖാൻ സ്വന്തം ഷഹനായി കൊണ്ട് തന്നെ ജീവിതം മുഴുവൻ ജീവിച്ച ആളാണ്. വേറെ ഒന്നും സമ്പാദിച്ചിട്ടില്ല. കല കൊണ്ട് സമ്പാദിച്ച അങ്ങനെയുള്ള ആളുകളുണ്ട്. ഷഹനായി മാത്രമായിരുന്നു. അതെ, അദ്ദേഹത്തിന്
എന്നാൽ ഇവർക്ക് ഇത് ശാശ്വതമല്ല എന്ന് ഇവർക്ക് അറിയാം. ഇതുകൊണ്ട് അധികകാലം പോകാൻ പറ്റില്ല എന്ന് ഇവർക്ക് അറിയാം. അതുകൊണ്ട് വേറൊരു മേഖല, ബിസിനസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തന്ത്രങ്ങൾ വേണമെന്നറിയാം. അങ്ങനെ വരുമ്പോൾ അവർ രജി പറഞ്ഞ പോലെ സിനിമ രണ്ടാം തരമാവുകയും അതിൻ്റെ സെക്കൻഡറി ആവുകയും ബിസിനസ് ഒന്നാം രംഗത്തേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളത് പ്രശ്നം തന്നെയാണ്. ശ്രീ നജ്മ, മാധ്യമങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഈ വലിയ അഭിമാനിച്ച നിമിഷങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് കടക്കാം. മാധ്യമങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇതൊരു പൾസർ സുനി എന്ന വ്യക്തിയിൽ മാത്രം അവശേഷിക്കുമായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ദൃശ്യങ്ങൾക്ക് വേണ്ടി, അതും നഗ്നചിത്രങ്ങൾക്ക് വേണ്ടിയാണ് ദിലീപ് ഇത്തരമൊരു വലിയൊരു കൊട്ടേഷൻ നൽകിയിരിക്കുന്നത്. എങ്ങനെയാണ് കാണുന്നത്? സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴും മാധ്യമ വിചാരണകളെയൊക്കെ ഏറെക്കുറെ നിശ്ചിതമായി എതിർത്തിരുന്ന ഒരാളാണ്. മാധ്യമങ്ങൾക്കാണോ ജനങ്ങൾക്കാണോ ഏറ്റവും കൂടുതൽ ജിജ്ഞാസയുള്ളത് എന്ന് മറ്റുള്ളതൊക്കെ ഞാൻ എഴുതിയിരുന്ന ഒരാളാണ്. ഈ വിഷയത്തിൽ ഇപ്പം ദിലീപിന്റെ അറസ്റ്റിലേക്ക് എത്തുന്നതുവരെ എന്തിന് ഈ വിഷയം ഇത്രയേറെ ചർച്ച ചെയ്യുന്നു എന്ന രീതിയിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ചർച്ച ചെയ്തിട്ടുമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ കാര്യത്തിൽ എനിക്കൊരു അല്പം ഖേദമുണ്ട്. എങ്കിലും ഇതിനു മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിനു മുമ്പ് ഇപ്പം യൂട്യൂബിലേക്ക് നോക്കിയാൽ പല വീഡിയോസും കാണാം. ഒരു നായകന് കൊടുക്കുന്ന പ്രതിഫലത്തിന്റെ 20% അല്ലെങ്കിൽ 25% മാത്രമാണ് ഒരു നായികയ്ക്ക് കിട്ടുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പലയിടത്തും കേട്ടു. സത്യാവസ്ഥ അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലയിടത്തുനിന്നും അത്തരത്തിലുള്ള സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അസമത്വത്തിനെതിരെ, ഇങ്ങനെയുള്ള ഒരു അസമത്വത്തിനെതിരെ പോലും അത് ഇതുവരെ പുറത്തു കൊണ്ടുവരാൻ പോലും മാധ്യമങ്ങൾ ഈ ഒരു തൃഷ്ണ കാണിച്ചിട്ടില്ല. മറ്റു മേഖലകളെല്ലാം പോട്ടെ, ഈ ഒരു മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു വ്യത്യാസത്തിന് പോലും പ്രാധാന്യം കൊടുക്കാൻ മാധ്യമങ്ങൾ ഇതുവരെ താല്പര്യം കാണിച്ചിട്ടില്ല. അപ്പൊ 2017 ഒരു സ്ത്രീ സംഘടന മലയാള സിനിമയിൽ ഉണ്ടാവുന്നത് എന്നതുപോലും ഏറെ അത്ഭുതകരമായ കാര്യം, ഇത്രയും അസമത്വങ്ങൾ ഉണ്ടായിട്ട് തന്നെ. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പം മുരളി സാർ പറഞ്ഞ പോലെ ഒരു ജാഗ്രത മാധ്യമ പടയ്ക്കൊന്നാകെ ഒരു ജാഗ്രത ഈ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും. എന്നിട്ട് പോലും മലയാള സിനിമാ നടന്മാർ മമ്മൂട്ടി, മോഹൻലാൽ ഒഴികെയുള്ള എല്ലാ താരങ്ങളും മാധ്യമങ്ങളെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത്. അന്നത്തെ ആ പ്രസ് ക്ലബ് ജനപ്രിയ നടൻ അറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ജനപ്രതിനിധികളായ ഇന്നസെന്റും ഗണേഷും മുകേഷും അടക്കമുള്ള താരങ്ങൾ മാധ്യമങ്ങളെ ഒന്നടങ്കം പ്രതിരോധത്തിലാക്കിയിട്ട് അല്ലെങ്കിൽ അവരെ വഴക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു അതെന്തായാലും ഉർവശി ശാപം ഉപകാരമായി എന്ന മട്ടിലാണ് എനിക്ക് തോന്നിയത്. കാരണം അതിനുശേഷമാണ് മാധ്യമങ്ങൾ ഒന്നുകൂടെ സടകുടഞ്ഞ് എഴുന്നേറ്റ്. അത് തന്നെയായിരുന്നു ഇത്ര വലിയൊരു വിടുപ്പലക്കേക്ക് മാറിയതിന്റെ. അത് ഞാൻ നജ്മ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ പറയുന്നു. കാരണം എല്ലാവരും ഇപ്പൊ നടൻ ശ്രീനിവാസൻ വളരെ അപക്വമായ ഒരു പ്രതികരണം, അദ്ദേഹം നല്ല രീതിയിൽ പ്രതികരണം നടത്തുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇതിൽ അദ്ദേഹം പറഞ്ഞു ജനത്തിന് എന്താ കാര്യം എന്നാണ് ചോദിച്ചത്. അതെന്താ കാര്യം എന്ന് പറഞ്ഞാല് മറ്റൊരു തലത്തിലേക്ക് കണ്ടുകൂടെ? അല്ല, മറ്റൊരു തലത്തിനേക്കാൾ ഉപരി ഇടപെടുന്നില്ല. അല്ല, അതവിടെ പറഞ്ഞു നിർത്തണമായിരുന്നു. അമ്മയ്ക്കില്ലാത്ത സങ്കടം ജനത്തിന് എന്തിനാന്ന് വെച്ചാൽ പരിഹാസമായിട്ട് വേണമെങ്കിൽ എടുക്കാം ഒരു പക്ഷേ. അതല്ലാതെ പറഞ്ഞ കാര്യം മാധ്യമ ജാഗ്രത ഇപ്പോൾ ഈ ജനപ്രതിനിധികൾക്കില്ല. ഇവർ 3 പേരും ജനപ്രതിനിധികളല്ല, സിനിമാ താരങ്ങളായ 3 പേരാണ്. അവരെ പാർട്ടി സീറ്റ് കൊടുത്ത് അവരുടെ പേരും പ്രശസ്തിയും എടുത്ത് മുതലാക്കി, അല്ലാതെ അവരുടെ രാഷ്ട്രീയ പാരമ്പര്യത്തോടെ വന്നിട്ട് അധികാരത്തിൽ വന്നവരല്ല. അതായിരുന്നു അതിൻ്റെ കുഴപ്പം. ഇവർ കണ്ടിട്ടുള്ള മാധ്യമ പ്രവർത്തകരായ വനിതാ ഗൃഹലക്ഷ്മി, മഹിളാ ചന്ദ്രിക എന്നിവർ ഓണത്തിനും പെരുന്നാളിനും വിഷുവിനൊക്കെ പോയി അവരുടെ ഉടയാടുകളുടെ മഹിമകളും എവിടെ നിന്ന് വാങ്ങി എന്ത് വിലയുടെ വസ്ത്രം ധരിച്ചു അവരുടെ മേക്കപ്പിൻ്റെ കാര്യങ്ങൾ ചിത്രീകരിക്കാനും ഫോട്ടോ എടുക്കാനും പോകുന്ന പത്രക്കാരെയാണ് ഈ സിനിമാ താരങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. യഥാർത്ഥ രീതിയിൽ അഭിമുഖീകരിച്ചപ്പോൾ അവർക്ക് ചോദ്യങ്ങൾ നേരിടാനുള്ള പക്വത ഉണ്ടായില്ല എന്നുള്ള പ്രതികരണമാണ് അത് വന്നതും. ഈ കേസ് തെളിയാൻ ആ അപക്വമായ അവരുടെ പെരുമാറ്റം പോലും അവിടെയാണ് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പം ഈ കേസിലുണ്ടായിരുന്നു. ആ പെൺകുട്ടിക്കൊപ്പം, ആ വേദനയ്ക്കൊപ്പം ഏതോ ഒരു അദൃശ്യ ശക്തി ഈ പ്രതിയെ പിടിക്കാൻ ഇടയാക്കി എന്നുള്ളതിന് അതും കൂടി ഒരു കാരണമായി. ഈ മാധ്യമങ്ങളെ ആക്രോശിച്ചൂടെ മീഡിയ ഇത് സജീവമാക്കി നിർത്തിയത് ഒറ്റ കാരണം കൊണ്ടാണ് ഈ കേസ്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് നടന്ന പല കേസുകളും പോലെ ഇത് പ്രത്യക്ഷത്തിൽ ഈ പ്രതിയെ പിടിക്കാതെ പോകുമായിരുന്നു. അത് മീഡിയ ഒറ്റ ശക്തി കൊണ്ട് മാത്രമാണ് ഇത് സജീവമാക്കി നിർത്തിയതും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത്ര ഊർജ്ജം പകർന്ന് ഈ കേസിനൊപ്പം നിൽക്കാനുള്ള പ്രേരണ നൽകിയതും ഈ സർക്കാർ അതിന് ഒപ്പം നിൽക്കാനുണ്ടായ കാരണം. ഇത് ഒരു ഇടക്കാലത്ത് 5 മാസമായ ഒരു കേസ് ഇടക്കാലത്ത് തള്ളിപ്പോയ അല്ലെങ്കിൽ അസ്തമിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സംഭവമാണ്. പോലീസൊക്കെ അന്വേഷിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത്. അതിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മീഡിയയാണ്. ഇത്തരം പ്രശ്നങ്ങളിൽ മീഡിയയുടെ ഒരു പോലീസിന്റെ ഭാഗത്തും പോലീസ് ഒരു നയം നേരത്തെ പറഞ്ഞിരുന്നു. ഒരു പ്രതിയെ അല്ലെങ്കിൽ പ്രതി എന്ന് ഒരു അഭിനയം, ഒരു സിനിമ പോലെ ഒരു തിരക്കഥ പോലീസ് ഉണ്ടാക്കുന്നു. പൾസർ സുനി എന്ന 1ാം പ്രതിക്ക് എടുക്കുന്ന സെല്ലിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള ഓരോ ഘട്ടങ്ങളിലും പൾസർ സുനിയുടെ നിരീക്ഷണങ്ങൾ
എന്നിവ തയ്യാറാക്കിക്കൊണ്ട് അവിടെ നിന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആദ്യ ഫോൺ വിളി പോകുന്നത് നാദിർഷയ്ക്ക്, പിന്നീട് പോകുന്നത് ദിലീപിന്റെ ഡ്രൈവറായ അപ്പുണ്ണിയിലേക്ക്, പിന്നീട് ദിലീപിലേക്ക്. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് പോലീസ് മറ്റൊരു നടപടിയിലേക്ക് നീങ്ങുന്നത്. അവിടെയാണ് മാധ്യമങ്ങളുടെ വിജയവും. അതെ, മാധ്യമങ്ങളുടെ വിജയം. അതോടൊപ്പം ഈ പ്രതിയുടെ ചില അപാകതകൾ, ഈ ഞാൻ പറഞ്ഞില്ലേ, ഒരു കലാകാരന് തോന്നാത്ത ബുദ്ധിയാണ്. ഇയാൾ കച്ചവടക്കാരനാണ്. ഇയാളൊരു കൃത്യം ഏൽപ്പിച്ചു, എന്ത് പണിയാണെങ്കിൽ ഏൽപ്പിച്ചു. ഇനി ക്രിമിനൽ പണിക്കാണ് ആ ഗുണ്ടയെ ഏൽപ്പിച്ചത്. അയാളുടെ കൃത്യമായ കൂലി കൊടുക്കുക, അതിലും വെട്ടിപ്പ് നടത്താൻ ശ്രമിച്ചു. അവിടെയാണ് ഈ പ്രതി കുടുങ്ങിയത്. അവിടെയാണ് ഈ കത്ത് വരുന്നത്, അയാൾക്ക് കൊടുക്കാമെന്നുള്ള പ്രതിഫലം കൊടുത്തില്ല. അവിടെ നിന്നാണ് ഈ ഫോൺ കോൾ വരുന്നത്, ബ്ലാക്ക് മെയിൽ എന്നുള്ള. അയാൾ ജോലി ചെയ്ത അയാളുടെ പണം കൂടി അതുപോലും വെട്ടിക്കാൻ ശ്രമിച്ചു. അവിടെയാണ് ദിലീപ് കുടുങ്ങുന്നത്. ലഭിച്ചു കഴിഞ്ഞാൽ 1.5 കോടി രൂപയാണ്. ഈ പൾസർ സുനി പറഞ്ഞു, ഞാൻ പണം കിട്ടാത്തതുകൊണ്ടാണ് ഇതുവരെ ഞാൻ നിങ്ങളെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആ കത്ത്, ഈ പണം നേരത്തെ കൊടുക്കാൻ, ആ പണത്തിൽ പോലും തട്ടിപ്പ് നടത്താനും അതുപോലും സ്വന്തം പോക്കറ്റിലേക്ക് അങ്ങനെയൊക്കെ പറയുന്നു. ഞാൻ പറയുന്നില്ല, ഇപ്പൊ ആരോടും ദിലീപേട്ടൻ ഒരിക്കലും ഞാൻ ഇതിലേക്ക് വലിച്ചിഴച്ചിട്ടില്ല. ഞാൻ പറയുന്നത് അത്ര പോലും പണത്തിനോട് ആർത്തി ഇവരൊക്കെയാണോ കലാകാരന്മാർ എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. കാരണം ഇവർ ഇത്തരം രീതിയിലാണ് ഓരോ ആളുകളെ വിലക്കുന്നത്, അകറ്റി നിർത്തുന്നത്. ഒരു കലാകാരൻ എന്നുള്ളത് ജന്മസിദ്ധമായിട്ട് അല്ലെങ്കിൽ ഒരു ദൈവികാംശത്തോടെ എഴുത്തുകാരനായാലും സംവിധായകനായാലും നടനായാലും പാട്ടുകാരനായാലും അങ്ങനെ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ ഇവർ ഒരു 4-5 പേര് നിന്ന് വിലക്കുകയാണ്. അവർക്ക് ഇഷ്ടമില്ലാത്തവർ വേണ്ട, അവർക്ക് ഇത് പഴയ ഇപ്പോൾ നജ്മ സൂചിപ്പിച്ച പോലെ ഈ ജന്മി കുടിയാൻ എന്നുള്ള പോലെ ഈ താരാധിപത്യമുള്ള ഒരു ജന്മിമാരും ബാക്കിയുള്ള അവർക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ കുടിയന്മാരെന്നുള്ള ആ അകറ്റി നിർത്തലാണ് ഇപ്പോൾ ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്ന ഒരു ശാപം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമുക്ക് ദിലീപിനെതിരെ ചേർത്തിയിട്ടുള്ള കേസിന്റെ കുറച്ച് വിവരങ്ങൾ നമുക്ക് പറയാൻ കഴിയും. 18-ാം തീയതി, അതായത് ഏപ്രിൽ 18-ാം തീയതി 1-ാം പ്രതി പൾസർ സുനി ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയ സമയം 1-ാം പ്രതി ആവശ്യപ്പെട്ട പ്രകാരം 9-ാം പ്രതി എന്ന് പറയുന്ന അതായത് സഹതടവുകാരൻ, ഇപ്പോൾ പോലീസ് പറയുന്ന വിഷ്ണു, കോടതിയിലെത്തുകയും 1-ാം പ്രതിയുടെ നിർദ്ദേശപ്രകാരം കത്ത് 11-ാം പ്രതിക്ക് അതായത് ദിലീപിന് കൈമാറുന്ന ആവശ്യത്തിനായി ഫോണിൽ ദിലീപിനെ ബന്ധപ്പെടുന്നു. ഡ്രൈവർ അപ്പുണ്ണിയുമായി ബന്ധപ്പെടുന്നു. ഈ കത്താണ് ദിലീപിന്റെ കയ്യിലേക്ക് എത്തുന്നത്. നേരത്തെ നമ്മൾ പരാമർശിച്ച ഭാഗം, ആ കത്തിലൂടെയാണ് ഇതെല്ലാം മാധ്യമങ്ങളടക്കം അറിയുന്നത്. അല്ലെങ്കിൽ പോലീസ് ലഭ്യമായ വിവരങ്ങൾ കറക്റ്റ് ലഭ്യമാകുന്നതും പിന്നീട് അന്വേഷണത്തിലേക്ക് വെളിച്ചം വീശുന്നതും ആയ കാര്യങ്ങളാണത്. ഈ 11-ാം പ്രതിക്ക് എത്തിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ട 9-ാം പ്രതി അപ്രകാരം ചെയ്തിട്ടുള്ളതും വെളിവാകുന്നു എന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. 1-ാം പ്രതിയുടെ കത്ത് 11-ാം പ്രതിക്ക് കൈമാറുന്നതിനായി ഏപ്രിൽ 14-ാം തീയതി തന്നെ പ്രതിയുടെ സഹായിയായ 9-ാം പ്രതി ആവശ്യപ്പെട്ട പ്രകാരം ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്ണിക്ക് എറണാകുളം എലൂർ ടാക്സി സ്റ്റാൻഡിൽ പരിസരത്ത് വെച്ചാണ് കത്ത് കൈമാറുന്നത്. ഇവിടെ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതായും പറയുന്നു. 11-ാം പ്രതിക്ക് അയച്ച കത്തിൽ 1-ാം പ്രതിക്ക് കൊടുക്കാമെന്നേറ്റ പണം നേരത്തെ റെജി നായർ പറഞ്ഞതുപോലെ 5 മാസം കൊണ്ട് കൊടുത്താൽ മതിയെന്നും അവ്യക്തമായി മാത്രം അവശേഷിക്കുന്നു. 11-ാം പ്രതി 20-ാം തീയതി DGP അവറുകൾക്ക് അയച്ച പരാതിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ബോധ്യപ്പെടുത്താതിരിക്കാൻ 2 കോടി രൂപയാണ് പൾസർ സുനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്രയും ഇനിയുമുണ്ട്, 4 ഷീറ്റുകളുണ്ട്. ഞാൻ ചുരുക്കം ആണ് ഞാൻ കേട്ടത്. പണം മാത്രമല്ല, അടുത്ത പടത്തിന്റെ ഡേറ്റ് കൊടുക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ പൾസർ സുനി എന്ന ഗുണ്ട അടുത്ത നമ്മുടെ മലയാള സിനിമയിലെ ഒരു പ്രൊഡ്യൂസറായി മാറുന്നു. ആ ഗുണ്ടയായിരിക്കും പ്രൊഡ്യൂസർ അസോസിയേഷന്റെ തലപ്പത്ത് വരുന്നു. ഈ സിനിമയിൽ നിന്നിരിക്കുന്നത് ആ പൾസർ സുനി പറയാം. അദ്ദേഹം ഒരു നിർമ്മാതാവാകുന്നു. 1.5 കോടി രൂപയ്ക്ക് ദിലീപ് തന്നെ ആ പടത്തിൽ അഭിനയിക്കുന്നു. നമുക്കറിയാം, ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ച കേസിലാണ് അറസ്റ്റിലായിരിക്കുന്നത്. ആ വാഗ്ദാനം ചെയ്തിരിക്കുന്ന 1.5 കോടി രൂപയായിരുന്നു. പറഞ്ഞതുപോലെ ഒരു നിർമ്മാതാവും ആ നിർമ്മാതാവിന്റെ പടത്തിൽ ജനപ്രിയ നടൻ എന്ന് മലയാളികൾ കൊട്ടിയാഘോഷിച്ച ഈ നടൻ, ഈ വില്ലൻ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിർമ്മാതാക്കളിൽ എത്ര പേര് ഇത്തരത്തിലുള്ള ഗുണ്ടകൾ ഉണ്ടാവും? തീർച്ചയായും നമ്മുടെ നിർമ്മാതാക്കളുടെ ഈ ചർച്ചയിലേക്ക് പണത്തിന്റെ സോഴ്സും ഇവരുടെ പണത്തിന്റെ സോഴ്സും ഒക്കെ അന്വേഷിക്കുമ്പോൾ പലതും ഗുണ്ടായിസത്തിന്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബ്ലാക്ക് എന്തെങ്കിലും ബിസിനസിന്റെയോ ഭാഗമായിരിക്കും. പേടിയില്ലെങ്കിൽ പറയാം. കാരണം നമുക്ക് ഈ രീതിയിൽ വിധേയമായിട്ട് നിന്നിട്ട് ഈ കല ചെയ്യേണ്ടെന്നുള്ള പേടിയില്ലാത്തവനൊക്കെ തുറന്നു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ആദ്യം തുറന്നു പറഞ്ഞു തുടങ്ങിയത് അവിടെയും നമ്മൾ ഈ പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും അത് അതേപോലെ അതിലും കൂടുതൽ കുറച്ചും കൂടി എരിവും പുളിയും ചേർത്ത് അവരുടെ അടുത്ത് പോയി പറഞ്ഞ് കൂടുതൽ വിലക്കിന് സാധ്യത ഉണ്ടാക്കുന്ന സംഘങ്ങളുണ്ട്. ഇതിൽ ഈ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങൾ, ഇവരൊന്നും യാതൊന്നും ഇതിനൊരു ശാസ്ത്രീയമായി പഠിച്ച് പ്രൊഡക്ഷൻ കൺട്രോളറായി വന്നതല്ല. കുറെ കാലം പ്രൊഡക്ഷൻ കൺട്രോളർ ആൻഡ്രൂ ജോസഫ് താങ്കൾക്ക് വ്യക്തിപരമായി അറിയുമോ? തീർച്ചയായും. എന്റെ കഴിഞ്ഞ പടത്തിന്റെ പ്രൊഡ്യൂസറായ ആൻഡ്രൂ ജോസഫാണ് ഈ നടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ ലാൽ ജോസിന്റെ വീട്ടിലെത്തുകയും വീട്ടിൽ നിന്ന് PT തോമസ് MLA ആദ്യം അറിയുകയും
അതിനുശേഷം ആദ്യം എത്തുന്ന അവിടെ ആൻഡ്രൂ ജോസഫാണ് ദിലീപിനെ വിളിക്കുന്നത്. ആ വിളിയാണ് ഈ പ്രതിയിലേക്ക് പോലീസിന് സൂചന നൽകിയത്. പ്രചോദനമായതും ആ വിളിയാണ്. ആ വിളിയിൽ 12 സെക്കൻഡിനാണ് ദിലീപ് ഫോൺ അറ്റൻഡ് ചെയ്തത്. എന്നാൽ ഈ സംഭവം അറിഞ്ഞോടുകൂടി ഫോൺ കട്ടാവുകയാണ് ചെയ്തത്. ദിവസം അമ്മയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടന്ന അനുശോചന യോഗത്തിൽ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന യോഗത്തിൽ പറയുന്നത് രാവിലെ എഴുന്നേറ്റ് 9 മണിക്കാണ് ഈ വിഷയം ഞാൻ അറിയുന്നത് എന്നാണ്. അവിടെയാണ് പോലീസിന് സംശയം തോന്നാൻ കാരണം ഇതിപ്പോ ഏതൊരു സാധാരണക്കാരനായാൽ പോലും ഒരു ഞെട്ടലുണ്ടാക്കുന്ന സംഭവം ഈ താരത്തിൽ ഒരു ഞെട്ടലുണ്ടാക്കിയില്ല എന്നുള്ളത് പോലീസിന് ഒരു ആദ്യമായിട്ട് അറിയുന്ന ഈ ഒരു വിവരം. വെറും സിനിമാകാരനാവണ്ട, ഈ കുട്ടിയുടെ കൂടെ അഭിനയിച്ച നായകനായിട്ട് അഭിനയിച്ച ഒരാൾ ഈ വിവരം അതിന്റെ ഒരു ഞെട്ടലോ ഒരു ജിജ്ഞാസയോ അതിന്റെ കൂടുതൽ വിവരങ്ങൾ തിരക്കാനോ അദ്ദേഹം തുനിഞ്ഞില്ല. 12 സെക്കൻഡ് കൊണ്ട് കോൾ രണ്ടാമത് ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ. ഈ മലയാള സിനിമയിലെ താരങ്ങൾ മാത്രമാണ് ജീവിതത്തിലും സിനിമയിലും നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. രജനീകാന്ത് ആ വേഷം അഴിച്ചു കഴിഞ്ഞാൽ മേക്കപ്പ് മാറ്റി നരച്ച തലയോട് ആ കഷണ്ടി തലയോട് അയാൾ പബ്ലിക് ഫംഗ്ഷൻ ഇവിടെ ഏതെങ്കിലും ഒരു താരം വീട്ടിലായാലും കിടപ്പറയിലും മേക്കപ്പിലൂടെ നിൽക്കുള്ളൂ. അത് അവരുടെ മനോഭാവത്തിന്റെ പ്രശ്നമാണ്. സിനിമ വേറെ, സ്വന്തം ജീവിതം. അതാണ് ദിലീപ് അന്ന് വൈകുന്നേരം ഈ കൃത്യം ചെയ്തിട്ട് ക്രൂരനായ ആ വ്യക്തി അങ്ങനെ ഒരു ആ മീറ്റിംഗിൽ പോയിട്ട് പ്രസംഗിച്ചു വന്നു രാത്രി. ഇത് കേരളത്തിനാകെ നമ്മൾ കാണിച്ച. അപ്പൊ എത്രത്തോളം ക്രിമിനലാണ് അയാളുടെ ജീവിതത്തിലാണ് അഭിനയിക്കുന്നത്. നടൻ തന്നെയാണ്. ഒരു നിമിഷത്തെ ഒരു ആവേശം കൊണ്ട് ഗോവിന്ദസ്വാമി ഒരു കൃത്യം ചെയ്തെങ്കിൽ ഇത് അങ്ങനെയല്ല. അതിന്റെ 10-15 ഇരട്ടി 2013 മുതൽ, അതായത് തന്റെ ജീവിതം തന്റെ കുടുംബം തകർത്തത് ഈ നടിയാണെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു 2013 മുതൽ ഒരു ഗൂഢാലോചനയ്ക്ക് പൾസർ സുനിയെ ഈ കൃത്യം ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. പോലീസ് വ്യക്തമാക്കിയതും അങ്ങനെ തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല എന്നത് മറ്റൊരു കാര്യമാണ്. അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ വിഷയം. ഇതിനു മുമ്പും ഇത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നടിയും പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് കർണാടകത്തിൽ വെച്ച് ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നടി പറഞ്ഞതായിട്ട് പത്രത്തിൽ വായിച്ചു. അപ്പോൾ ഒരു നിമിഷത്തെ ആസക്തി കൊണ്ട് ഒരു പെൺകുട്ടിയെ ബലാത്കാരം ചെയ്യുന്ന പോലെയല്ല, കൃത്യമായി ഗൂഢാലോചന നടത്തി പ്രതികാരം ചെയ്യാൻ എന്ന ഭാവേന ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ അതിന്റെ 10-15 ഇരട്ടി പ്രശ്നമുള്ളതാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നടന്ന കൊട്ടേഷൻ നൽകിയിട്ടുള്ള റേപ്പ് എന്നാണ് ഇപ്പം വരുന്ന വഴിയുടെ ഒരു മീഡിയയിൽ വായിച്ചത്. അത് ഒരു വലിയ ചോദ്യമാണ്, വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ അത് അവസാനിച്ചെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇന്നസെന്റ് പറയുന്നു, എടാ ദിലീപ് എന്തെങ്കിലും വിഷയമുണ്ടോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന്. വളരെ തമാശ. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്ന അതേപോലെ തന്നെ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ആ സംഭവം വ്യക്തമാക്കുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, അവർ മാധ്യമപ്രവർത്തകരെ അഭിമുഖീകരിക്കാനുള്ള പരിചയക്കുറവ്. അവർ കണ്ടിട്ടുള്ളത് ഈ ഗോസിപ്പ് കോളങ്ങൾ എഴുതുന്ന പത്രക്കാർ, അല്ലെങ്കിൽ അവരുടെ ഉടയാടകളെ വർണ്ണിച്ചെഴുതുന്ന പത്രക്കാരെ അവർ കണ്ടുള്ളൂ. അതായിരുന്നു ഇന്നസെന്റിനും സംഭവിച്ച പ്രശ്നം. രണ്ടാമതൊരു കാര്യം, മലയാള സിനിമയിൽ ഈ സംഘടനകൾ വന്ന ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ വന്നത്. ഇപ്പോൾ നസീർ തൊട്ട് അത്രയും അതുവരെയും അല്ലെങ്കിൽ അതിനുശേഷമുള്ള മമ്മൂട്ടി മോഹൻലാൽ വരും വരെയുള്ള താരങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ സംഘടനകളില്ല, ഇത്തരം പ്രശ്നങ്ങളില്ലായിരുന്നു. ഈ സംഘടനകൾ നിലവിൽ വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ. ഈ സംഘടന ഇവരുടെ ഒരു മറയാണ്. അവർക്ക് ഇഷ്ടമില്ലാത്തവർ എന്തെങ്കിലും പ്രശ്നം വന്ന് വിലക്കാനും മറ്റുള്ളവരെ കൊണ്ട് കൂടി അടുപ്പിക്കുക. ഈ സംഘടന ഉണ്ടായതുകൊണ്ടാണ് ആ കുഴപ്പം വന്നത്. അതാണ് ഇവർ ആദ്യം മുതലെടുക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഈ ദിലീപ് എന്ന് പറഞ്ഞ ഈ ക്രിമിനലിനെ ഇന്നാണ് പുറത്താക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുവരെ ദിലീപ് ഈ സർവ്വ സംഘടനയിലും നീരാളി പിടിച്ച പോലെ എല്ലാത്തിലും തലപ്പത്തായി. അവസാനം ഉണ്ടായ സിനിമാ തിയേറ്റർ സമരത്തിൽ ലിബർട്ടി ബഷീർ എന്ന ഡിസ്ട്രിബ്യൂട്ടർ സംഘടനയെ തകർത്തു. പ്രതിഷേധ രംഗത്ത് വരാൻ കാരണം അദ്ദേഹത്തിന്റെ തിയേറ്ററിന് പടം കൊടുക്കാതെ പുതിയ സംഘടന ഉണ്ടാക്കി. അങ്ങനെ ആരാണോ എന്തെങ്കിലും തീരുമാനത്തിന് സമരം, ലിബർട്ടി ബഷീർ വ്യക്തിപരമായ കാര്യത്തിന് സമരം ചെയ്തതല്ല. ഒരു തിയേറ്റർ തർക്കം, ഈ മൾട്ടിപ്ലക്സ് തിയേറ്ററും ഇവർക്കുമുള്ള പൈസയുടെ കാര്യത്തിൽ കിട്ടേണ്ട വരുമാനത്തിന്റെ എന്താണോ അനഭിമതം അത് വിലക്കുക. ആ അദ്ദേഹത്തിന്റെ തിയേറ്ററിൽ 3-2 മാസം വേറെ സിനിമ കളിക്കാൻ കൊടുത്തില്ല ഈ സംഘടന. ഇത് ഞാൻ പറഞ്ഞല്ലേ, ഇത് നടിയുടെ കൃത്യം പിടിക്കാൻ, നടിയുമായി ഉപദ്രവിച്ച കൃത്യത്തിൽ ദിലീപ് എന്നുള്ള നടൻ പ്രതിയായത് ഒരു വശം. അതിലേറെ മലയാള സിനിമയുടെ എല്ലാവിധ പൊള്ളത്തരങ്ങളും പുറത്തു വരാനും ഒരു ശുദ്ധികലശത്തിനുള്ള സമയമാണ് ഇപ്പോൾ. അതാണ് ഇതിൽ ഞാൻ കാണുന്ന ഒന്ന് സിനിമ എന്നുള്ളത്. മറ്റത് നജമ സൂചിപ്പിച്ച പോലെ ഈ ഒരു പെൺകുട്ടിക്ക് നേരെ നടന്ന അക്രമം ഇപ്പോൾ പ്രതികരിക്കാൻ എല്ലാ പെൺകുട്ടികൾക്കും ധൈര്യം പകർന്നു എന്നുള്ളത്, അതിന് നമ്മൾ എല്ലാ കേരള ജനതയും നമിക്കേണ്ടത് ആ നടിയെയാണ്. ഈ ഒരു അക്രമം നടന്നിട്ട് ആ ഒരു ധീര വനിത എന്നുള്ള ഒരു പട്ടം തന്നെ അതിന് കേരളത്തിൽ കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. നമുക്കറിയാം, മമ്മൂട്ടി മോഹൻലാലും അടക്കമുള്ള താരരാജാക്കന്മാരെ വളർത്തിയതും വലുതാക്കിയതും ഈ മാധ്യമങ്ങളും നമ്മളെ പോലെയുള്ള ജനഹൃദയങ്ങൾ പ്രേക്ഷകർ തന്നെയാണ്.
ആ പ്രേക്ഷകർക്ക് മുന്നിൽ ആണ് ചീട്ടുകൊട്ടാരം പോലെ എന്നൊരു നടൻ ജയിലിൽ അകപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ വലിയൊരു ജനപ്രീതി നേടിയെടുത്ത ഒരു നടനാണ്. ഒരുപക്ഷെ മലയാളികൾ, നേരത്തെ ഞാൻ ദിലീപ് ഫാൻസ് ജില്ലാ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടിരുന്നു, ചർച്ചയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഇപ്പോൾ അതിന് പറ്റിയ ഒരു മനക്കരുത്തില്ല എന്നാണ്. ഞാൻ ചോദിച്ചു, ഫോൺ ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടു. ഒരു രക്ഷയുമില്ല, ഇപ്പോൾ അതിന് മാനസികാവസ്ഥയല്ല, ഞങ്ങൾ ഇത് പഠിക്കുകയാണ് എന്നാണ്. അത് പഠിക്കാനില്ല. കാരണം ഈ ഫാൻസ് എന്ന് പറയുന്നത് തന്നെ ക്രിയേറ്റഡ് ആണ്, ആരും ഇഷ്ടപ്പെട്ടിട്ടല്ല. ഫാൻസിനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. മറ്റുള്ളവരുടെ സിനിമയെ കൂകി തോൽപ്പിക്കാനും സ്വന്തം സിനിമയ്ക്ക് ഫ്ലെക്സ് ഉണ്ടാക്കാനും ഒക്കെ ഫാൻസ്, നമുക്കറിയാം, ഫാൻസിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്നവരൊക്കെ പെയ്ഡാണ്, അവർക്കൊക്കെ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്, അല്ലാതെ ഒന്നുമല്ല ഈ ഫാൻസ് പ്രവർത്തിക്കുന്നത്. ദിലീപിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ ദിലീപ് തനിക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം കേരളത്തിലെ ഫാൻസിന് കൊടുക്കുന്നുണ്ട്. തൻ്റെ ഇൻഡസ്ട്രി എങ്ങനെ നിലനിർത്താൻ വേണ്ടി, ഫാൻസുകളെ നിലനിർത്താനുള്ള നടന്മാരുടെ നല്ല കലാകാരന്മാർക്ക് അങ്ങനെ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ പോകുന്നുണ്ടാവുക, അത് ഫാൻസിന്റെ ഭാരവാഹികൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കീശയിലേക്ക് പോകുന്നുണ്ടാവും. ഒരു കലാകാരനും ഫാൻസിന്റെ പേരിൽ അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യമില്ല എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. ഫാൻസ് ഒന്നും വേണ്ട. ആരാധകരുണ്ടെങ്കിൽ, നമുക്ക് ആസ്വാദകരുണ്ടെങ്കിൽ നമ്മളെ പരിപാടികൾ കാണാനും കേൾക്കാനും അവർ വന്നോളും. നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യം ഇല്ല. നജ്മയ്ക്ക് പറയാം. അല്ല, ഇതിനു മുമ്പ് എൻ്റെ ഒരു അനുഭവം പറയാനായിരുന്നു. ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാതെ, പക്ഷെ അന്ന് തന്നെ സിനിമയ്ക്ക് പോകണം എന്നൊരു സാഹചര്യം ഉണ്ടായ സമയത്ത് ഞാൻ ഓൺലൈനിൽ തപ്പി. നമ്മുടെ ഫാൻസ് അസോസിയേഷൻ, ദിലീപ് ഫാൻസ് അസോസിയേഷൻ ആയിരുന്നില്ല, ഓൺലൈനിൽ തപ്പിയപ്പോൾ നമ്പർ ഉണ്ട്. അവരുടെ നമ്പർ വെച്ച് ഞാൻ വിളിച്ചു സിനിമയ്ക്ക്. അപ്പം ഞാൻ അവരെ ടിക്കറ്റ് എടുത്ത് വെച്ചു. ഞങ്ങൾ തൃശ്ശൂർ പോയി സിനിമ കണ്ടു. അവർ ടിക്കറ്റ് എടുത്തു. നമ്മളിടുന്ന അവർ കാശൊന്നും കൂടുതൽ വാങ്ങിച്ചില്ല. ഞാൻ ചോദിച്ചു എക്സ്ട്രാ എമൗണ്ട് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ വേണ്ട, ഞങ്ങൾക്ക് ഇതിനൊക്കെ കാശ് വേറെ ഉണ്ട് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം അതിന് ചിത്രം വ്യക്തമാണ്, ഏറെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയായിരിക്കണം ഒരു പക്ഷേ അവർ. അപ്പം അത്തരത്തിൽ ഒരു ഫാൻസ് അസോസിയേഷനെ വളർത്തലും കൊണ്ടുപോകലും എല്ലാം സിനിമയ്ക്ക് ഉണ്ടെന്നുള്ളത് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സംഭവമാണല്ലോ അത്. ഞാൻ പറഞ്ഞാൽ നിർത്തിയത്, ഫാൻസുകാരുടെ പ്രതിനിധിയെ വിളിച്ചപ്പോൾ മാനസികമായിട്ട് പങ്കെടുക്കാൻ പറ്റുന്ന അവസ്ഥയില്ല എന്ന് പറയാൻ കാരണം, ഇത് പണം കിട്ടില്ല, ദിലീപ് ഉള്ളിലായി. വേറെ നടനെയാണെങ്കിൽ പണം കൊടുക്കാതെ അവർ ഇറങ്ങുന്ന പ്രശ്നമില്ല. ഞാൻ ചോദിച്ചൊരു ഫാൻസുകാരനോട്, ഓടുന്ന പടത്തിന് നിങ്ങളെ ആവശ്യമില്ല, അല്പം ആൾ കുറഞ്ഞ പടം നിങ്ങൾ കയറി വിജയിപ്പിക്കുക, അതാണ് ഫാൻസിന്റെ ശക്തി. ഇവിടെ ഫാൻസ് അവരെ പോസ്റ്റർ അടിക്കാൻ ബ്ലാക്കിന് ടിക്കറ്റ് വാങ്ങി ആ ബ്ലാക്ക് വിൽപ്പനയാണ് അവരുടെ പ്രധാന തൊഴിൽ. പിന്നെ കൂവ, ഇപ്പോ മുരളി സൂചിപ്പിച്ച പോലെ ബാക്കിയുള്ള താരത്തിന്റെ കൂവ. ഇവര് തന്നെ പരസ്പരം ഇവരെ വളർത്തുന്നത്, പണം കൊടുത്ത് പോറ്റി വളർത്തുന്നത് ഇവരെ. ഈ വീട്ടിലൊക്കെ പട്ടികളെ പോറ്റി വളർത്തുന്ന പോലെ എന്ന് പറയാൻ ഞാൻ ഈ ഫാൻസിനെ, അവർക്ക് വേണ്ടി കൂവാൻ കുറയ്ക്കാൻ അതിന്റെ രീതിയിൽ ഈ റിയൽ എസ്റ്റേറ്റ് പണികളൊക്കെ ഇവർക്കുണ്ട്, ഇവരെ ജില്ലാ ഭാരവാഹികൾക്കൊക്കെ. താങ്കളുടെ അനുഭവത്തിൽ എന്ന് മുതലാണ് മലയാള സിനിമയിൽ ഇത്തരം ഒരു കോക്കസ് ഒക്കെ ഞാൻ പറഞ്ഞ ഈ 15 എന്ന് മലയാള സിനിമ കേരളത്തിലേക്ക് വന്ന അന്ന് മുതൽ. മറ്റേത് അവർ മദ്രാസിൽ പടം കഴിയുന്നു, അഭിനയിക്കുന്നു. ഒരു വ്യക്തമായ താങ്കൾ ഒരു പടം സംവിധാനം ചെയ്ത ആളാണ്. ഒരു 12 വർഷങ്ങൾക്ക് മുമ്പ് തിരക്കഥ എഴുതി മലയാള സിനിമയിലേക്ക് എത്തി. പിന്നീട് അതിന് ശേഷം 5 വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ഒരു പടം സംവിധാനം ചെയ്തത്. അപ്പോഴുള്ള മാറ്റങ്ങൾ എങ്ങനെയായിരുന്നു? ഞാൻ പട്ടാളം ചെയ്ത സമയത്ത് ഇത്തരം ഒരു പ്രവണതകൾ അവിടെ ബാധിച്ചതായി കണ്ടിട്ടില്ല സംഘടനാപരമായിട്ട്. ഞാൻ അതിനുശേഷം എനിക്ക് തോന്നുന്നത് ഒരു 8 വർഷങ്ങളായിട്ടുണ്ടാവും. കലികാലം എന്നുള്ള പടം ഉർവശി ശാരദ അവസാനമായിട്ട് അഭിനയിച്ച സിനിമ. തലശ്ശേരിയിലായിരുന്നു ഷൂട്ടിംഗ്. പിലാക്കണ്ടി മോഹൻലാലി നിർമ്മാതാവ്. അവിടെ അദ്ദേഹത്തിൻ്റെതായ കുറച്ച് വാഹനങ്ങൾ ഓടുന്നുണ്ട്. ഇതിനിപ്പോൾ അസോസിയേഷൻ ആയതിനു ശേഷം ഇത്ര വാഹനങ്ങളിൽ പുറത്തുനിന്നുള്ള അവരുടെ അസോസിയേഷനിൽ ഡ്രൈവറെ വെക്കണം എന്നാണ്. പ്രൊഡ്യൂസറിൻ്റെ 2-3 വണ്ടി ഉപയോഗിക്കാം. അന്ന് അവിടെ വന്ന് ഷൂട്ടിംഗ് മുടക്കാൻ വന്ന ഒരു ഡ്രൈവർ അസോസിയേഷൻ്റെ ആൾ തലശ്ശേരിയിൽ എനിക്കുണ്ടായ നേരിട്ട് അനുഭവം. അവരുടെ ആളുകൾ വെച്ചില്ല പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം രാഷ്ട്രീയക്കാരനായിരുന്നു. നിർമ്മാതാവ് പിലാക്കണ്ടി മോഹൻലാൽ അറിയാം. ഈ പിണറായി വിജയനും ഇവരായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ള, മുഖ്യമന്ത്രിയായിട്ടൊക്കെ അടുത്ത ബന്ധം. അന്ന് മുഖ്യമന്ത്രിയല്ല, കോടിയേരി ബാലകൃഷ്ണൻ നമ്മുടെ പൂജയ്ക്കൊക്കെ അവർ വന്നിരുന്നതാണ് ആ ചിത്രം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശക്തി കാരണം അവിടുന്ന് ഇദ്ദേഹത്തെ, അല്ലെങ്കിൽ ആ സിനിമ ഷൂട്ടിംഗ് മുടക്കുമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് ഒരു ഡ്രൈവർ യൂണിയൻ്റെ പ്രതിനിധി. ഇങ്ങനെ ഈ ഡ്രൈവർ യൂണിയൻ ആരാധനയോട് സിനിമയ്ക്ക് വരും. ഇയാൾക്ക് സിനിമയായിട്ട് എന്താ ബന്ധം ഡ്രൈവേഴ്സ് യൂണിയനിൽ? ഞാൻ ചോദിക്കട്ടെ, ടെക്നീഷ്യനാണ്, ക്യാമറമാനാണോ, മേക്കപ്പ് മാനാണോ? ഇതൊക്കെ സിനിമയായിട്ട് ബന്ധം കലാപരമാണ്. ഡ്രൈവർ യൂണിയനാണ് ഈ ഫെഫ്കേൽ എടുത്തിട്ട് ഈ ഡ്രൈവർ യൂണിയൻ, ഈ ഡ്രൈവറാണ് ഇവൻ ഡ്രൈവറാണ്. ഇത്തരം ഗുണ്ടകൾ ഇവർക്കൊന്നും കലാപരമായിട്ട് സിനിമയായിട്ട് ഇടപെടാം. അവരൊന്നും ആ യൂണിയനിൽ തന്നെ വെക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവർക്ക് എന്താ സിനിമ എന്നുള്ള ഈ കലയായിട്ട് സംഘടനയിൽ ചേർക്കുന്നു. അവർക്ക് ആവശ്യമായതെല്ലാം അവര് ഗുണ്ടാ പ്രവർത്തനം. ഞാൻ അനുഭവിച്ചത് അന്ന് സിനിമ ഷൂട്ടിംഗ് നിർത്താൻ വന്നു. ഈ പ്രൊഡ്യൂസറുടെ പ്രദേശമായതുകൊണ്ടും അദ്ദേഹത്തിന് രാഷ്ട്രീയ ശക്തികളതുകൊണ്ടും ഒറ്റ കാരണം കൊണ്ട് വിരട്ടി അവനെ ഓടിച്ചതാണ്. അല്ലെങ്കിൽ അന്ന് ഷൂട്ടിംഗ് മുടക്കും. എന്നിട്ട് അവർ പറയുന്നു 4-5 പേരെ അതിൽ തിരികെ കയറ്റണം. ഡ്രൈവർ പണിക്ക് ഒരു പണിയില്ല അവർക്ക്. ഈ ലൊക്കേഷനിൽ നിന്ന് ആളെ കൊണ്ടുവരാൻ തിരിച്ചു വിടുക. 5 പേരെ പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ നിർമ്മാതാവിൻ്റെ പണം മുടക്കി ഇവനെ തീറ്റി പോറ്റണം.
ഞാൻ ഡ്രൈവർമാരെല്ലാവരും മോശമാണെന്നല്ല പറയുന്നത്. ശ്രീ കോട്ടകമുരളി, വ്യക്തമായ ഒരു ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ദിലീപ് ജയിലാകുമായിരുന്നില്ല. അത്രയൊരു വ്യക്തമായ ഒരു അന്വേഷണം തന്നെയാണ്. വ്യക്തമായ അന്വേഷണമാണ്, പഴുതുകൾ അടച്ച അന്വേഷണമാണ്. ഇതിൽ വിവാദത്തിൻ്റെ പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ രാഷ്ട്രീയം, ഇപ്പോൾ രജി പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യവും നമ്മളങ്ങനെ രാഷ്ട്രീയമായിട്ട് കാണേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞ ഇത് ഒരു ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഗൂഢാലോചന ഇല്ല എന്ന് പൊതുവായി പറഞ്ഞതുകൊണ്ട് കൂടിയായിരിക്കാം ദിലീപ് ഇത്ര ഫ്രീ ആയിട്ട് പൊതുസമൂഹത്തിൽ ഇടപഴകുകയും അദ്ദേഹത്തിൻ്റെ ലൂപ്പ് ഹോൾസ് നമുക്ക് പോലീസിന് പിടിക്കാനും പറ്റിയത്. ആദ്യം തന്നെ ഗൂഢാലോചന എന്നൊരു വാക്ക് ആദ്യം തന്നെ വന്നിരുന്നെങ്കിൽ അയാൾ ഒന്നുകൂടെ വിജിലൻ്റ് ആവുകയും അയാൾ കൂടുതൽ ഇതിൽ നിന്ന് അകന്നു നിൽക്കുകയും അയാളെ നമുക്ക് ഒരിക്കലും പിടിക്കാൻ പറ്റില്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ അത് അത്രത്തോളം പ്ലാൻഡ് ആണോ അല്ലേ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഗൂഢാലോചന എന്നൊരു രീതിയിൽ ആദ്യം തന്നെ പോലീസൊക്കെ നീങ്ങിയിരുന്നെങ്കിൽ ഇതിൻ്റെ ഗൂഢാലോചന നടത്തിയ ആളുകൾ കൂടുതൽ വിജിലൻ്റ് ആവുകയും അവരെ പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ പഴുതുകൾ അടയ്ക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഗൂഢാലോചന ഇല്ല എന്ന് പൊതുവെ പുറത്ത് പറയുകയും അതേസമയം രഹസ്യമായി ഒരു അന്വേഷണ തന്ത്രമായിരിക്കാം. നമ്മളൊക്കെ പൊതുവെ കേസുകളൊക്കെ ഇങ്ങനെ വെറുതെ നിരീക്ഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു അന്വേഷണത്തിൻ്റെ തന്ത്രമായിരിക്കാം. പുറമേക്ക് ഇങ്ങനെ ഇദ്ദേഹത്തെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വിടുകയും എന്നാൽ രഹസ്യമായി അദ്ദേഹത്തിന്റെ മൂവ്മെന്റുകളൊക്കെ ശ്രദ്ധിക്കുകയും അറിയാൻ കഴിയുന്നു. 13 മണിക്കൂറാണ് ദിലീപിനെയും അതുപോലെ തന്നെ ദിലീപിന്റെ സുഹൃത്ത് നാദിർഷയും ആലുവ ഗസ്റ്റ് ഹൗസിലേക്ക് ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നത്. അർദ്ധരാത്രി 1 മണിയോട് കൂടി ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നു. അപ്പോഴേക്കും മലയാള സിനിമ ഒന്നാകെ ആലുവ ഗസ്റ്റ് ഹൗസിൽ എത്തുന്നു. സിദ്ദിഖ്, അതുപോലെ തന്നെ ദിലീപിന്റെ നാദിർഷയുടെ സഹോദരൻ, മറ്റുള്ളവരും ഫോണിൽ കൂടെ ബന്ധപ്പെടുന്നു. അങ്ങനെ ഒരു വലിയൊരു ഇതിന്റെ ഉള്ളിൽ കൂടിയാണ് പിന്നീട് ഇവർ രണ്ടാളും ഒന്നുമില്ല എന്ന് പുഞ്ചിരിയോടെ ഇറങ്ങി വരും നമ്മൾ കണ്ടതാണ്. അതെ, ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് പിന്നീട് അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. താങ്കൾക്ക് മലയാള സിനിമയിൽ നിന്നും താങ്കളുടെ ഇപ്പോഴും ഒരുപാട് മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സഹപ്രവർത്തകരുണ്ട്, അറിയാൻ കഴിഞ്ഞത് എന്താണ് ഈ വിഷയം? അല്ല, ഞാൻ സഹപ്രവർത്തകർ മാത്രമല്ല, ഞാൻ ഇതിലെ 4 യൂണിയനിലും അംഗമാണ്. സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള നിലയിൽ തിരക്കഥാ യൂണിയനുണ്ട്, ഫെഫ്കയിൽ ഡയറക്ടർ യൂണിയനിലാണ്. ഞാൻ പടം നിർമ്മിച്ചു അറമെന്നുള്ള സിനിമയിൽ, അതായത് പ്രൊഡ്യൂസർ. ഇവർക്കൊക്കെ ഈ സംഘടനയ്ക്ക് നമ്മൾ ഒരു പടം ചെയ്യുകയാണെങ്കിൽ ഇത്ര പണം വേണമെന്നുള്ളതാണ്. പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഞാൻ നിർമ്മാതാവാണെങ്കിൽ 1 ലക്ഷം രൂപ അവിടെ കെട്ടിവെക്കണം, അവരുടെ ബിൽഡിംഗ് ഫണ്ട്, അങ്ങനെ ഒരു 100,000 കാര്യങ്ങൾ. തിരക്കഥാകൃത്താണെങ്കിൽ ഞാൻ എൻ്റെ റെമ്യൂണറേഷനിൽ 25,000 രൂപ അവിടെ കെട്ടിവെക്കണം. ഡയറക്ടർ ആണെങ്കിലും തത്തുല്യമായ തുക ഞാൻ അവിടെ കെട്ടിവെക്കണം. എന്നിട്ട് ഇവർ പറയുന്ന ക്ഷേമ പ്രവർത്തനം ഒന്നുമില്ല. ഇവരുടെ ഈ അധികാര സ്ഥാനത്തിരിക്കുന്ന ഈ സംവിധായകർ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, അങ്ങനെ വരുന്ന കുറേ കാലം ഇപ്പം ഈ വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്ന വിനയനൊക്കെ കുറേ വർഷം അതിൻ്റെ അധികാര സ്ഥാനത്തിരുന്ന ആളാണ്. ഇവർക്ക് സൂപ്പർ താരങ്ങളുടെ ഡേറ്റ് ഏത് സമയത്തും റെഡിയാണ്. അല്ല, അത് പിന്നീട് അത് അടിച്ചൊതുക്കിയതിനു ശേഷമാണ് അവർ പുറത്തായത്. അന്ന് അയാൾ വിലക്ക് കിടത്തിയ ആളാണ്. വിനയൻ ദിലീപിനെ വിലക്കിയ ആളാണ്. ഈ സംഘടനകൾ തലപ്പത്തിരിക്കുന്നവർക്ക് എല്ലാവരും വിലക്കുക എന്നുള്ള ഒരു ഹിറ്റ്ലർ മനോഭാവമാണ്. ഇവർക്കൊക്കെ സൂപ്പർ താരങ്ങളുടെ ഡേറ്റ് ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കൂ. ഡി ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ റൈറ്റ് ഡയറക്ടേഴ്സ് യൂണിയൻ്റെ പ്രസിഡന്റ്, ഫെഫ്കയുടെ പ്രസിഡന്റോ, അദ്ദേഹത്തിന് ഏത് മമ്മൂട്ടിയാണെങ്കിൽ മോഹൻലാലും സെയിം ഏത് ഡേറ്റും മാറ്റി കൊടുക്കും. മറ്റുള്ള സംഘടന, ഞാനിത് പറയാൻ എനിക്ക് പേടിയില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. കാരണം എൻ്റെ മുഖ്യ തൊഴിലല്ല. ഈ കലയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമുക്ക് സ്വന്തം സിനിമ എടുക്കാൻ ഇവരുടെ ഒന്നും ആവശ്യമില്ല, ഒരു മുഖമൊന്നും ആവശ്യമില്ല. സമൂഹത്തിൽ ഇഷ്ടമാതിരി ഇവരിൽ നല്ല അഭിനേതാക്കളുടെ മുഖം നമ്മളുടെ കയ്യിലുണ്ട്. പ്രേക്ഷകൻ മാറണം. ഇവരെയൊക്കെ കുഴപ്പങ്ങൾ ഇപ്പം തിരിച്ചറിഞ്ഞു. പ്രേക്ഷകരുടെ മനോഭാവം മാറി ഏത് സിനിമയും ഞങ്ങൾ നല്ലതാണെങ്കിൽ കാണാൻ വരുന്ന തിയേറ്ററിലേക്ക് കയറി വരും. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ദിലീപിൻ്റെയും ഫോട്ടോ കണ്ടിട്ട് ഇപ്പം ഇനി ദിലീപിൻ്റെ പടം വരട്ടെ, എത്ര പേര് കയറും ഈ രാമലീല റിലീസ്. ഞാൻ പറയുന്നത് പ്രേക്ഷകന്റെ മനോഭാവം മാറി ഇവൻ തന്നെ മാറും. ഇവരുടെ ഈ താരാധിപത്യം, ഇവരുടെ സാറ്റലൈറ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് കച്ചവടം നടത്തുമ്പോൾ നമ്മളെ പോലുള്ള സത്യസന്ധമായി കലയ്ക്ക് വേണ്ടി നിൽക്കുന്നവർക്ക് ഭയങ്കര മാനസിക വിഷമമാണ്. എന്തിനാ ഇവരുടെ പുറകെ നടക്കുന്നത്? അന്നേരം ഷോർട്ട് ഫിലിമോ അല്ല മൊബൈലിൽ പടം എടുക്കാം. തീർച്ചയായും നജ്മ, അവസാനമായി ഇതിനൊരു മാറ്റം, ഇനിയിപ്പോൾ ഒരു നടിയെ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ച പോലെ ഇതിൽ പിന്നെ ഒരു വലിയൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നത് എല്ലാവരും ആശങ്കയുണ്ടായിരുന്നു. അത് തെളിഞ്ഞു കഴിഞ്ഞു. ദിലീപ് അറസ്റ്റായിരിക്കുന്നു, ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഒരു മാറ്റം, അല്ലെങ്കിൽ ഇനിയും ഇത്തരം യുവതികൾക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് നേരെ പീഡനം ശ്രമങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എങ്ങനെ കാണുന്നു അവസാനമായി? സാറ് പറഞ്ഞ പോലെ മാറ്റം ഇനി ഈ മേഖലയിൽ വേണ്ടത് പ്രേക്ഷകനാണ്. ആ മേഖലയിൽ സ്ത്രീകൾക്ക് സംഘടന വന്നു കഴിഞ്ഞു. അവരിനി ആ മേഖലയിൽ തിരുത്തലുകളൊക്കെ ഏറെക്കുറെ വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇനി മാറ്റങ്ങൾ വേണ്ടത് പ്രേക്ഷകനാണ്. നല്ല സിനിമകൾ കാണാൻ, താരരാജാക്കന്മാരുടെ സിനിമകളല്ല, നല്ല സിനിമകൾ കാണാൻ, നല്ല സിനിമകളെ ഞങ്ങൾ കാണൂ, അത് മാത്രം ഞങ്ങൾക്ക് മതി എന്നൊരു മനോഭാവം
ജനങ്ങൾക്കിടയിൽ പ്രേക്ഷകർക്കിടയിൽ വരിക എന്നതാണ് സിനിമാ മേഖലയിൽ ഇനി ഒരു നല്ല കാലം എന്ന് പറയുന്നത്. ഒരു ഉടച്ചുവാർക്കൽ തന്നെയാണ്. ഒരു ഉടച്ചുവാർക്കൽ ആവശ്യമാണ്. ഫാൻസുകളുടെ കാര്യത്തിൽ ഒരു ഉടച്ചുവാർക്കൽ ആവശ്യമാണ്. പ്രേക്ഷകരുടെ കാര്യത്തിൽ ഉടച്ചുവാർക്കൽ ആവശ്യമാണ്. രജി പറഞ്ഞ പോലെ സിനിമാ നിർമ്മാണ രംഗത്തും വളരെ ലോ കോസ്റ്റ് ആയിട്ട് ഇവരുടെ ഒന്നും പിന്നാലെ പോകാതെ, വലിയ താര പരിവേഷങ്ങളുടെ പിന്നാലെ പോകാതെ, നല്ല കഥയും നല്ല ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ ഉള്ള ആളുകളെ വെച്ച് നല്ല കഴിവുള്ള സംവിധായകന്മാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കപ്പെട്ട ധാരാളം സിനിമകൾ ലോക സിനിമയിലുണ്ട്, ഇന്ത്യൻ സിനിമ രംഗത്തുണ്ട്, മലയാള സിനിമാ രംഗത്തും ഉണ്ട്. അതിനൊക്കെ ആളുകൾ സ്വീകരിച്ചിട്ടുണ്ട്. താൽക്കാലികമായിരിക്കും ഈ പിന്നോട്ടടി, അതായത് ഈ താരപരിവേഷത്തിൻ്റെ പിന്നാലെ പോകുന്നത് എന്തായാലും അത്ര കാലം മുന്നോട്ട് പോകും. ഞാൻ പറയുന്നത് അവസാനമായി ചെറിയ വാക്കിൽ പറയാം. വളരെ ഞാൻ പറയുന്നത് കഴിവുള്ള ആർക്കും കടന്നു വരാം. കാരണം ഞാൻ തന്നെ സാക്ഷിയാണ്. ഞാൻ ഈ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ സൂപ്പർ താരം മമ്മൂട്ടിയെ വെച്ച് ലാൽ ജോസിനെ വെച്ച് സിനിമ ചെയ്ത ആളാണ്. അതെങ്ങനെ പറ്റി? കഴിവുണ്ടെങ്കിൽ അവിടെ ഒരു തടയില്ല. ഇപ്പോൾ ഈ മാഫിയകളാണ് തടയുന്നത്. ഈ പൾസർ സുനി പ്രൊഡ്യൂസറാവും ദിലീപിന്റെ ഡേറ്റ് ഇത്തരം പ്രൊഡ്യൂസർമാരാണ് വരുന്നത്. താങ്കൾ ഈ വിഷയത്തിൽ ലാൽ ജോസുമായി ഞാൻ സംസാരിച്ചു. ഈ അദ്ദേഹത്തിന്റെ പ്രതികരണം അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് ഞാൻ വിളിച്ചു, എന്താണ് നിജസ്ഥിതി, നമുക്കറിയാത്തത് അവർക്ക് കൂടുതൽ ബന്ധം. ഒരിക്കലും ദിലീപിൽ ആ ജയിലിലായപ്പോഴാണ് എല്ലാവരും തരുന്നത്. കാരണം ഒരു കാര്യം ഇനി വേണ്ടത്, ശ്രീശാന്തിന് പറ്റിയ പതനമാണ് ഇദ്ദേഹത്തിന് പറ്റിയിരിക്കുന്നത് ദിലീപിന്. കാരണം അർഹതപ്പെടാത്ത സമയത്ത്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആളും ആരവവും സമ്പത്തും ശ്രീശാന്തിന് എന്തായിരുന്നു? ഇന്ത്യൻ ടീമിലെ ഏറ്റവും സൂപ്പർ പദവിയിൽ ഇന്ന് നിൽക്കാമായിരുന്നു. കോടികൾ ഉണ്ടായിട്ട് പോലും ഇന്ത്യൻ ടീമിനെ വഞ്ചിക്കാൻ വാതുവെപ്പുകാരെ കണ്ട് കളി തോൽപ്പിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയത്. എന്ന പോലെ ദിലീപിന് എന്തായിരുന്നു കുഴപ്പം? കിട്ടാവുന്ന നേട്ടങ്ങളുടെ അത്യുന്നതയിലെത്തി, സിനിമാ മേഖലയിൽ എല്ലാ മേഖലയിലെത്തി. ഇത്തരം ക്രിമിനൽ ഗുണ്ടകൾ, ഈ വഴിവിട്ട ബന്ധങ്ങൾ, വഴിവിട്ട ഫ്രണ്ട്ഷിപ്പ്, ഈ സൗഹൃദങ്ങളാണ് ദിലീപ് നടിക്കെതിരെ പറഞ്ഞതാണ് ഞാൻ തിരിച്ചു പറയുന്നത്. ആ സൗഹൃദങ്ങളാണ് ദിലീപിനെ വഴിതെറ്റിച്ച് കൊണ്ടുപോയത്. വളരെയധികം നന്ദി. അധോലോകത്തിന്റെ പിടിയിൽ മലയാള സിനിമ, ഇതായിരുന്നു മലബാർ ടൈംസ് ചർച്ച ചെയ്തത്. നമുക്കറിയാം, ദിലീപ് പിടിയിലായതോടെ മലയാള സിനിമയിൽ ഇനിയൊരു ശുദ്ധികലശം വേണമെന്ന് തന്നെയാണ് എല്ലാവരും, പ്രേക്ഷകരടക്കം. ഒരു ഫാൻസ് ഇനി വേണ്ട, ഒരു നടനും ഫാൻസ് ആവശ്യമില്ല. അവരുടെ കീശ വീർപ്പിക്കാൻ മാത്രമായി ഒരു ഫാൻസുകൾ രൂപം കൊള്ളുന്നു. ഇനി വേണ്ടത് മലയാള സിനിമയുടെ ശുദ്ധികലശമാണ്. അതിന് ഈ ചർച്ചകളും ഈ പോലീസ് അന്വേഷണവും സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലും ഇനിയും മുന്നോട്ട് പോകട്ടെ. കൂടുതൽ പ്രതികൾ ഉണ്ടെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെടട്ടെ എന്ന് തന്നെ ആശിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്തത് ഡോക്ടർ നജ്മ, എഴുത്തുകാരി, തിരക്കഥാകൃത്തും സംവിധായകനുമായ റിജി നായർ, സാംസ്കാരിക പ്രവർത്തകൻ കോട്ടക്കൽ മുരളി എന്നിവരാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ തുടരും.